മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അരിമത്ഥയിലെ യോസഫിൻ്റെ കല്ലറയിൽ നിന്ന് ഉദ്ധിതനായ ദൈവപുത്രൻ ഇന്ന് സ്വർഗത്തിൽ ദൈവവലഭാഗെ വിരാജിതനായി നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും തക്ക സമയത്ത് തൻ്റെ കാന്തയെ ചേർക്കുവാൻ മേഘവാഹനമേറി വരുന്നവനുമായ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ദൈവം തിരഞ്ഞെടുത്ത ദൈവകുഞ്ഞാണ്. നാസറത്തിൽ വളർന്നവനും അതുപോലെ തന്നെ യെരുശലേമിൽ ഒലിവുമലയിൽ തന്നെ പ്രഭാഷണം നടത്തിയവനും ഒടുവിൽ മരക്കുരിശേന്തി ഒരു ഗൊൽഗൊഥായിലെ കൊലക്കളത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വന്തം രക്തം ചിന്തിയ യേശു ക്രിസ്തുവാണ് നമ്മുടെ സുവിശേഷം. ഇന്ന് ഈ വൈകിയ സമയത്ത് ക്രിസ്തുവുമായി വ്യക്തമായ വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്, യേശുവിനെ നിങ്ങൾ തള്ളിക്കളയരുത്. യേശുവിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തെ നിഷേധിക്കുകയാണ്. നിത്യജീവൻ വേണ്ട എന്ന് പറയുകയാണ്. നരകത്തെ നിങ്ങൾ സ്വയമായി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ പ്രഭാഷണത്തിൻ്റെ മുഖവരിയിൽ തന്നെ ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് വരിക. അവൻ്റെ മുറിപ്പാടുള്ള കൈകളെ നിങ്ങൾ മുത്തമിടുക. അവനെ നോക്കിങ്ങനെ പറയുക, യേശുവേ, എൻ്റെ കർത്താവേ, ഞാൻ പാപിയാണ്, പാപത്തിൽ ജനിച്ച് വീണവനാണ്, മരിച്ചവനാണ്. എന്നാൽ എന്നെയും തേടി വന്ന സ്നേഹത്തിനായി നന്ദി. എൻ്റെ പാപങ്ങളെ പരിഹരിക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ, എന്നോട് കരുണ തോന്നണമേ. ഈ പാപിയെ സ്നേഹിച്ച് പാപിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവേ, ഞാൻ അങ്ങേ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ആരംഭിച്ചു വെച്ച ശുശ്രൂഷ, അതിൻ്റെ തലക്കെട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അന്ത്യകാല സഭയും ഭക്തിയും എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നാം ചിന്തിച്ച ആ വേദഭാഗത്തിന് ഒരു തലക്കെട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ദൈവഭക്തിയുടെ അത്യാവശ്യത, ദ ഡിയർനെസ് ഓഫ് ഗോഡ്ലിനെസ് എന്ന് അതിന് പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ സഭകളിൽ ഭക്തജനക്ഷാമം വളരെ ശക്തിയായി കാണപ്പെടുന്നു. ഇതാണ് നാം ഇന്നലെ ചിന്തിച്ചത്. ദൈവഭക്തിക്ക് വേണ്ടി അന്നത്തെ ഭക്തന്മാർ മുറവിളിയിട്ട് നിലവിളിച്ചു എന്ന് നാം കണ്ടു. അതിനുള്ള അതിനുവേണ്ടിയുള്ള പരിഹാരമാർഗവും ദൈവം അവരെ ഏൽപ്പിച്ചു. ഉദാഹരണത്തിന് ദാവീദ് BC 1000 നിലവിളിച്ചത്. ഭക്തന്മാർ ഇല്ലാതെയാകുന്നു, യഹോവയെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അവൻ തൻ്റെ സ്വന്തം മക്കളെ ഭക്തരാക്കുവാൻ അവൻ പരിശ്രമിച്ചു. ആ നിലയിൽ ഇന്നലെ ദൈവഭക്തിയുടെ അത്യാവശ്യത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഈ വൈകിയ സമയത്ത് ദൈവഭക്തിയുടെ നിർവചനം, ദ ഡെഫിനിഷൻ ഓഫ് ഗോഡ്ലിനെസ് എന്നുള്ള തലക്കെട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി വചനം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവഭക്തിയുടെ നിർവചനം, നമുക്കെല്ലാവർക്കും ദൈവഭക്തി എന്തെന്ന് അറിയാം. എങ്കിലും അതിനെക്കുറിച്ച് ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു നിർവചനം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ദൈവഭക്തിയെ ഇന്ന് അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദൈവഭക്തി എന്തല്ല എന്ന് പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ. നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം ആയിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ദൈവഭക്തിയുള്ള ജീവിതം എന്ന് ചിന്തിക്കാറ്. എന്നാൽ ദൈവഭക്തി എന്തല്ല, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അതിനോട് ആധാരമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവഭക്തി എന്തല്ല. ഒരുപക്ഷെ നിങ്ങളെ തന്നെ ഭക്തനായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇടവരണം എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് നോട്ട് ഗോഡ്ലിനെസ്? ദൈവഭക്തി എന്തല്ല. ഒന്ന്, ഞാനത് വാക്യങ്ങൾ എടുക്കുന്നില്ല, പറഞ്ഞു പോകാം. ഒന്ന്, ഗോഡ്ലി സ്കെയർ ഈസ് നോട്ട് ഗോഡ്ലി ഫിയർ. എന്താണ് ഇതിൻ്റെ ആശയം? ദൈവത്തെ പേടിക്കുന്നത് ദൈവഭക്തി അല്ല. ദൈവത്തെ പേടിക്കുക അത് ദൈവഭക്തിയല്ല, ദൈവഭയമല്ല. നമുക്ക് ഉദാഹരണത്തിന് ആദാം ഹവ്വമാരെ ശ്രദ്ധിക്കാം. ആദാം ഹവ്വമാർ
അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നാം സഭാപ്രസംഗിയിൽ വായിക്കുന്നത് ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തനായി തന്നെ സൃഷ്ടിച്ചു. എന്നാൽ ആ സമയത്തൊക്കെയും അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ ആദാം ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. എന്നാൽ പാപാനന്തരം എന്ത് സംഭവിച്ചു? അവൻ ദൈവത്തെ ഭയപ്പെടുന്നത് മാറി അവൻ ദൈവത്തെ പേടിക്കാൻ തുടങ്ങി. എന്താ കാരണം? പാപം അവനിൽ കൊണ്ടുവന്ന വിനകൾ, അതിന് വരാനിരിക്കുന്ന ശിക്ഷാവിധികൾ, ഇത് അവൻ ഓർത്തു. ദൈവത്തെ തലേ ദിവസം വരെ അപ്പനെപ്പോലെ കണ്ടവൻ, സ്വന്തം പിതാവിനെ പോലെ കണ്ടവൻ, ഇന്ന് ദൈവത്തെ കാണുമ്പോൾ ഒരു ഭീകരരൂപിയായി തന്നെ വധിക്കുവാൻ, തന്നെ കൊല്ലുവാൻ, തന്നെ ശിക്ഷിക്കുവാൻ വരുന്ന ഒരുവനായി കാണുന്ന ആ മാറ്റം. ദൈവത്തെ ഭയപ്പെടണം, പക്ഷേ ദൈവത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ ആ നിലയിൽ ഒരു ഭീകര സ്വത്വമായി വന്ന് ഭയപ്പെടുത്തുവാൻ വരുന്നവനല്ല. അതുകൊണ്ട് ദൈവഭക്തി ദൈവത്തെ പേടിക്കുന്ന ഒന്നല്ല. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്ക് ഇറ്റ്സ് നോട്ട് സ്കെയർ ഓഫ് ഗോഡ്, ബട്ട് ഇറ്റ് ഷുഡ് ബി റിയൽ ഫിയർ ഓഫ് ഗോഡ്. ഇത് ഒന്നായി നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമതായിട്ട്, എന്തല്ല ഈ ദൈവഭക്തി? ഗോഡ്ലിനെസ് ഈസ് നോട്ട് ഗോഡ്ലി ആക്ടിവിറ്റീസ്. ദൈവഭക്തി എന്നുള്ളത് ദൈവഭക്തിയുള്ള പ്രവർത്തന നിരതരാകുന്നതിലല്ല. ദൈവഭക്തി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ബാഹ്യമായ പ്രകടനത്തിനാലല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നാം ദൈവത്തെ ഭയപ്പെടാതെ തന്നെ ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ കഴിയും. നല്ലതുപോലെ ആത്മീക കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ കഴിയും. പക്ഷേ അതിന് ദൈവഭക്തി ആവശ്യമില്ല. അതുകൊണ്ട് പലപ്പോഴും ദൈവഭക്തന്മാരെ നമുക്ക് അടയാളം കാണുവാൻ കഴിയുന്നില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയായി മാറാറുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞങ്ങളോടൊക്കെ ചിലപ്പോൾ പറയും, ചില അപ്പനമ്മമാർ വിളിച്ചു പറയും, എൻ്റെ മകൾക്ക് ഒരു ആലോചന വേണം. അപ്പോൾ ഒരു സ്പിരിച്വൽ ആത്മീകനായ ഒരു നല്ല ഒരു കുഞ്ഞിനെ കണ്ടെത്തി തരുമോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഉണ്ട്, ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയാമോ? ഈ പയ്യൻ സഭയിൽ എങ്ങനെയാ? നന്നായി പാടുമോ? സ്തോത്രം ചെയ്യുമോ? അവൻ മറ്റു രീതിയിൽ ധ്യാനചിന്തകൾ പങ്കിടുമോ? ഇതൊക്കെ ചോദിക്കും. ഞാൻ പറയും ഒരളവിൽ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് സഭയിൽ എഴുന്നേറ്റ് തനിക്കുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മീകൻ, അവനാണ് ഭക്തൻ എന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചു. ഇതിൻ്റെ പേരിൽ ഒരുപാട് അപകടങ്ങൾ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങളെ ഭക്തന്മാരെന്ന് തെറ്റിദ്ധരിച്ച ജഡീകന്മാർക്ക് മക്കളെ ഏൽപ്പിക്കുന്ന ആ പ്രവണത നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ബാഹ്യമായിട്ടുള്ള ഭക്തപ്രകടനങ്ങളെ കണ്ടുകൊണ്ട് അവൻ ഭക്തിയുള്ളവനാണ് എന്നാരും ചിന്തിച്ചു പോകരുത്. വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് രണ്ടുദാഹരണം നമുക്കറിയാം. ഒന്ന് കായീനും ഹാബേലുമാണ്. കായീൻ അവനാണ് ആദ്യം ആരാധനയുടെ ഇനീഷ്യേഷൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആരാധന ആദ്യം ആരംഭിച്ചു വെച്ചത് കായീനാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ആ കായീൻ്റെ ഭക്തിപ്രകടനങ്ങൾ ദൈവത്തിന് പ്രിയമായിരുന്നു. ഉള്ളിലുള്ള ഭക്തി കൊണ്ടല്ല ദൈവത്തെ ആരാധിച്ചത്. എന്നാൽ ഹാബേൽ നമുക്കറിയാം, അവൻ ഉള്ളിലുള്ള ഭക്തിയാലാണ് ദൈവത്തെ ആരാധിച്ചത്. അപ്പോൾ പുറമെയുള്ള ഭക്തി പ്രകടനങ്ങൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഭക്തനെന്നോ അഭക്തനെന്നോ പറയുവാൻ സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യമായി ഞാൻ ഓർപ്പിക്കുക. മൂന്നാമതായിട്ട്, ഗോഡ്ലിനെസ് ഈസ് നോട്ട് പ്ലീസിങ് ഗോഡ് ഫോർ സം ബെനിഫിറ്റ്സ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറ്റുവാനായി ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ദൈവഭക്തൻ എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറ്റുവാൻ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ മനസ്സോടെ ദൈവത്തെ കാണുന്നത് എന്തോ ദൈവം നമുക്ക് എന്തെങ്കിലും തരും, കാമധേനു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെയുള്ള ദൈവത്തെ കാണുമ്പോൾ കറക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ? അവനിൽ നിന്ന് എന്ത് കിട്ടും, എനിക്ക് എന്ത് നന്മ കിട്ടും, അതിനുവേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ദൈവഭക്തിയുള്ള ജീവിതമല്ല. വാസ്തവത്തിൽ ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാനല്ല, ദൈവത്തിന് കൊടുക്കുന്നവരാണ് ഭക്തന്മാർ. ദൈവത്തിൽ നിന്ന് നേടുവാനായി എന്തെങ്കിലും ചെയ്യുന്നവർ, അവരെ ഭക്തന്മാരായി നമുക്ക് കണക്കിൽ കൂട്ടുവാൻ പറ്റുകയില്ല. അതിനു പകരം
ദൈവമേ ഞാൻ ഭക്തിയുള്ളവനാണ് എന്ന് തെളിയിക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടാണ്. അബ്രഹാമിനെ പോലെയും ഇയ്യോബിനെ പോലെയും ഒക്കെ ജീവിക്കുന്നവരാണ് ദൈവഭക്തന്മാർ. എന്തെങ്കിലും കിട്ടും അതിനുവേണ്ടി ദൈവത്തെ സേവിക്കുന്നവർ. അത് ദൈവഭക്തിയുടെ അടയാളം അല്ല. നാലാമതായിട്ട്, കൃപാവരങ്ങളുള്ള മനുഷ്യനെ ഭക്തനെന്ന് തെറ്റിദ്ധരിക്കരുത്. കൃപാവരങ്ങൾ ധാരാളമുള്ള മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തെ ഭക്തനെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനത് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് എ ഗിഫ്റ്റഡ് പേഴ്സൺ ഫോർ ഗോഡ്ലി പേഴ്സൺ. നല്ല കൃപാവരങ്ങളുള്ളവനാണ് ആ മനുഷ്യനെ പെട്ടെന്ന് നാം ഒരു ഭക്തനെ പോലെ കാണുവാൻ തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. അത് പലപ്പോഴും അബദ്ധത്തിലേക്ക് അത് നമ്മെ കൊണ്ടുപോയി ചേർക്കുന്നതാണ്. ഇവിടെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്, അത് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇത് വരുന്നത് വളരെ വേദനയോടെയാണ്. പലപ്പോഴും നാം വഞ്ചിക്കപ്പെടുന്നത്, നാം ചതിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള അഭക്തരുടെ ഭക്തി പ്രകടനങ്ങളാണ്. പലപ്പോഴും നാം വഞ്ചിക്കപ്പെടുകയാണ്. അവർ സ്വയമേ വഞ്ചിക്കുന്നു എന്നുള്ളതല്ല, ആ ഭക്തി പ്രകടനങ്ങളിൽ കൂടെ മറ്റുള്ളവരെയും വഞ്ചിക്കുന്ന കൂട്ടരാണ് ഇങ്ങനെയുള്ളവർ എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യം ഓർത്തിരിക്കുക. അഞ്ചാമതായിട്ട് ഗോഡ്ലിനെസ് ഈസ് നോട്ട് മെഷേർഡ് ബൈ ദ റിലേഷൻഷിപ്പ് എ പേഴ്സൺ വിത്ത് ഹിസ് ചർച്ച് ബട്ട് വിത്ത് ഗോഡ്. ഇവിടെ ഞാൻ പറയാൻ വന്നത്, ദൈവഭക്തി എന്നുള്ളത് ഒരു മനുഷ്യനുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കുള്ള സഭയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരിക്കലും അവന് സഭയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഭക്തി അളക്കപ്പെടേണ്ടത്. അവന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തി അളക്കപ്പെടേണ്ടത്. ഇന്ന് നാം സഭാ ജീവിതത്തിൽ വളരെ സജീവമാണ്, സഭയോട് നമുക്ക് ബന്ധമുണ്ട്. എന്നാൽ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമില്ലാതെ തന്നെ സഭയുടെ കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ കഴിയും, എന്നാൽ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നില വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ആറാമതായിട്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, ആറാമതായിട്ട് ഗോഡ്ലിനെസ് ഈസ് നെയ്തർ ഹോട്ട് ഫനാറ്റിസം നോർ കോൾഡ് ഫോർമാലിസം. ഇതിൻ്റെ ആശയം റോമലേഖനം 10:2 വാക്യത്തിലാണ്. അവിടെ അപ്പോസ്തലനായി പറയുമ്പോൾ, ചിലർക്ക് പരിജ്ഞാനമുണ്ട്, അറിവുണ്ട്, പക്ഷേ തീഷ്ണതയില്ല. ചിലർക്ക് തീഷ്ണതയുണ്ട്, പക്ഷേ പരിജ്ഞാനമില്ല. ഈ തീഷ്ണതയുള്ളവർ എങ്ങനെയുള്ളവരാ? അവരെ ഫെനാറ്റിക്സാണ്, മതവൈരാഗികൾ. അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു സഭയിലെ അതിൻ്റെ പേരിൻ്റെ പേരിൽ, ഒരുപക്ഷെ ബ്രദറൻ ഡിനോമിനേഷൻ എന്നുള്ള പേരിൻ്റെ പേരിൽ ഒരുപാട് തീഷ്ണത കാണിക്കുന്നവരായിരിക്കും, പക്ഷേ അവർക്ക് വചനം അറിഞ്ഞുകൂടാ. അതുപോലെ ചിലർക്ക് വളരെ വചനപരിജ്ഞാനമുള്ളവരാ, വചനനിശ്ചയമുണ്ട്, എന്നാൽ ഉറക്കം തൂങ്ങികളായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അറിവില്ലാത്ത എരിവില്ലാത്ത അറിവും ഒരുപോലെ അഭക്തിയുടെ അടയാളങ്ങളായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നിരിക്കണം എന്നുള്ളത് ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്താണ് വാസ്തവത്തിൽ ഭക്തി എന്നുള്ളതിൻ്റെ നിർവചനത്തിലേക്ക് പോകാം. എന്നോടുകൂടെ ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരിക്കലും ആവർത്തന വിരസതയില്ലാത്തൊരു പുസ്തകമാണ്. ആവർത്തനം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിന് ഡ്യൂറ്ററോണമി എന്നാണ് ഇംഗ്ലീഷിൽ. ഡ്യൂറ്ററോണമി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ, രണ്ടാമത്തെ നിയമം എന്നേ അർത്ഥമുള്ളൂ. എന്താണ് അതിൻ്റെ ആശയം? നിയമങ്ങൾ, ന്യായപ്രമാണം വായിക്കുമ്പോൾ പലപ്പോഴും ബോറടിച്ചു പോകും. എന്നാൽ ഈ ആവർത്തന പുസ്തകത്തിലെ ന്യായപ്രമാണ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ വളരെ ആസ്വദിക്കുവാൻ കഴിയും. ഇവിടെ ആരെങ്കിലും ഈ ആവർത്തന പുസ്തകം വായിച്ചിട്ട് നിരാശ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊരു വിരസതയായി തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആവർത്തന പുസ്തകം വിരസമല്ല, അത് ആവർത്തന വിരസതയും കൊണ്ടുവരുന്നതല്ല. എന്താ അതിന് കാരണം? ഈ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 10 കൽപ്പനകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. അവിടെ ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ മാത്രം ന്യായപ്രമാണത്തെക്കുറിച്ചും പറയുന്നുണ്ട്, മറ്റ് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ ആവർത്തന പുസ്തകത്തിൻ്റെ ആസ്വാദ്യത എങ്ങനെയാണ് ലഭ്യമായതെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തെ അവരുടെ പ്രായോഗിക ജീവിതതലത്തിൽ പകർത്തി കലർത്തിയാണ് എഴുത്തുകാരൻ നമുക്ക് വേണ്ടി എഴുതി വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെറും ന്യായപ്രമാണമല്ല, ന്യായപ്രമാണവും മരുഭൂപ്രയാണവും ഒന്നിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം.
ന്യായപ്രമാണത്തെ എഴുതി വെച്ചാൽ അത് നമുക്ക് വായിക്കാൻ കഴിയും, പക്ഷെ അതൊരു വിരസത തോന്നും. എന്നാൽ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ അനുഭവങ്ങളിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ, ജീവിതത്തിൽ ന്യായപ്രമാണത്തെ കലർത്തുമ്പോൾ അത് നമുക്ക് വളരെയധികം ആസ്വാദ്യത നൽകുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ദൈവഭക്തിയുടെ നിർവചനം ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇതിൽ ദൈവഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവഭക്തി എന്ന വാക്ക് ഈ പുസ്തകത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് പഠിക്കുവാൻ നാം തുടങ്ങുന്നത്? നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പുസ്തകത്തിൽ പല കൽപ്പനകളും ദൈവം കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കൽപ്പനകൾ എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എപ്പോഴും നാം ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഓർക്കുക, മറക്കാതിരിക്കുക, അങ്ങനെയല്ലേ പറയുന്നത്? ഓർക്കുവിൻ, മറക്കാതിരിക്കുക. ഇത് രണ്ട് വാക്കുകൾ, ഫോർഗെറ്റ് നോട്ട്, റിമെമ്പർ, ഈ വാക്ക് വരുന്നു കാണും. എന്നാൽ അതിലുപരി മനോഹരമായ വളരെ ശക്തമായ രണ്ട് കൽപ്പനകളാണ് ഈ ആവർത്തന പുസ്തകം ഉടനീളം നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഡ്യൂട്ടറോണമി 4:10, ആവർത്തന പുസ്തകം 4:10 ഒന്ന് വായിക്കാം. വിശേഷാൽ ഹോറേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. മതി മതി. എന്നെ ഭയപ്പെടുവാനും മക്കളെ ദൈവഭക്തി പഠിപ്പിക്കുവാനും. എന്നെ ഭയപ്പെടുക, ഫിയർ ദ ലോർഡ്, ആ വാക്ക് ഒന്ന് കുറിച്ചു വയ്ക്കുക. ഭയപ്പെടുക. അതുപോലെ തന്നെ ആവർത്തനം 5:10 ചേർത്ത് വായിക്കാം. മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ. എന്നെ സ്നേഹിക്കുക. ശ്രദ്ധിക്കുക, ഒന്നാമത് പറഞ്ഞത് എന്നെ ഭയപ്പെടുക, ഫിയർ മീ, എന്നെ ഭയപ്പെടുക. മറ്റൊന്ന് എന്നെ സ്നേഹിക്കുക. ഇത് ഈ പുസ്തകത്തിൽ ഏതാണ്ട് 11 പ്രാവശ്യം ഭയപ്പെടുക, എന്നെ ഭയപ്പെടുക, ഫിയർ മീ എന്നുള്ള വാക്കും 12 തവണ എന്നെ സ്നേഹിക്കുക എന്നുള്ള വാക്കും മാറി മാറി. ചില വാക്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 6:13 ഇതേ ആവർത്തന പുസ്തകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവന്റെ മതി. 8:6 ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. മതി. 10:20 നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം. അവനെ മതി. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം. ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഭയപ്പെടണം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ 12 തവണ വരുന്നു. അതിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ 13:5, 17:19, 31:12, 13 വാക്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, യഹോവയെ ഭയപ്പെടുക എന്നുള്ള വാക്ക് ഇത്രമാത്രം പ്രാവശ്യം ഈ പുസ്തകത്തിൽ ആവർത്തിക്കും. ഇനി സ്നേഹിക്കുക എന്നുള്ള വാക്ക് അതും ഒന്ന് വായിച്ച് നമുക്ക് ശ്രമിക്കാം. 7:9 ഒന്ന് വായിച്ചാട്ടെ. 7:9 ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. മതി. ദൈവജനത്തിൽ നിന്ന് സ്നേഹത്തെ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവം. 11:1 കൂടെ വായിക്കാം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. മതി. നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച്, അതിൻ്റെ 13-ാം വാക്യവും 22-ാം വാക്യവും 13:4, 19:8, 30:6, 16, 20 ഈ വാക്യങ്ങളിലൊക്കെയും നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക. ആദ്യം പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവ ഭയപ്പെടുക, ഭയപ്പെടുക, സ്നേഹിക്കുക, ഭയപ്പെടുക, സ്നേഹിക്കുക. ദൈവകൽപ്പന പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവം അവരോട് പറയുമ്പോൾ, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഭയമുണ്ടാകണം. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണമെങ്കിൽ
നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടാകണം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, മലാക്കിയുടെ പുസ്തകത്തിൽ നാം വായിച്ചതെന്താ? അവിടെ വായിക്കുമ്പോൾ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? അപ്പോൾ ഭക്തിയുടെ വിശകലനം എന്താ? നിർവചനം എന്താ? സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭയവും കലർന്നു വരുന്നൊരാശയമാണ്, ഒരു വികാരമാണ് ദൈവഭക്തി എന്ന് അപ്പോൾ ഞാൻ ഓർപ്പിച്ചു. അതുപോലെ തന്നെയാണ് ആവർത്തനത്തിലും ഇപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അപ്പനെങ്കിൽ എന്നോടുള്ള സ്നേഹം, ഞാൻ നിങ്ങളുടെ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി. സ്നേഹനിർഭരമായ ഒരു ഭയവും ഭയമുള്ള ഒരു സ്നേഹവുമാണ് ഭക്തിയുടെ നിർവചനം എന്ന് ഞാൻ ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഇവിടെയും വായിച്ചു കേട്ടത്. നോക്കുക, അപ്പനോടുള്ള സ്നേഹത്തോടു കൂടിയ ഭയം, അത് ബഹുമാനം. അതുപോലെ തന്നെ യജമാനനോട് ഭയത്തോടു കൂടിയ സ്നേഹം, അതും ദൈവഭക്തിയാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എഫെക്ഷനേറ്റ് ഫിയർ. അബ്ബാ ഫാദർ, ദൈവത്തെ അപ്പനെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹപ്രകടനം, ആ ദൈവത്തോടുള്ള സ്നേഹം. കാരണം ദൈവം തൻ്റെ പുത്രനിൽ കൂടി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള പ്രതികരണമാണ് ദൈവസ്നേഹം. എന്നാൽ ആ ദൈവപുത്രനെ നാം രക്ഷിതാവായി മാത്രമല്ല സ്വീകരിച്ചത്, നാം അവനെ കർത്താവായി അംഗീകരിച്ചിരിക്കുക. അതിനാശയം എന്താ? പൗലോസ് തർസൂസിലേക്ക് നിന്ന് യാത്ര ചെയ്ത ഒടുവിൽ ദമസ്കോസിലേക്ക് എത്തിയപ്പോൾ അവിടെ കണ്ടുമുട്ടി ആ മശിഹാ തമ്പുരാൻ, അല്ലെങ്കിൽ യഹൂദയിലെ സിംഹത്തെ അവൻ നേരിടുന്നു. അവിടെ അവൻ അടിച്ചു വീഴ്ത്തപ്പെട്ടു. അപ്പോൾ അവൻ ആദ്യം ചോദിച്ചത്, അങ്ങ് ആരാണ്? അങ്ങ് ആരാണ്? അപ്പോൾ കർത്താവ് ഉത്തരം പറഞ്ഞത്, ഞാൻ കർത്താവാണ് എന്ന് പറഞ്ഞില്ല, ഞാൻ യേശുവാണ്. യേശു എന്ന പദം അവൻ കേട്ടപ്പോൾ അടുത്തത് അവൻ ചോദിക്കുകയാണ്, കർത്താവേ എന്നാ വിളിക്കും. യേശുവേ എന്ന് തന്നെ, യേശുവെന്ന് തന്നെ പരിചയപ്പെടുത്തിയ കർത്താവിനോട് അവൻ എങ്ങനെ പ്രതികരിക്കുന്നത്? യേശുവേ എന്ന് വിളിച്ചുകൊണ്ടല്ല, കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട്. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ടു, സത്യമാണ്. എന്നാൽ യേശുവിനെ ഏത് രീതിയിൽ സ്വീകരിച്ചാലാണ് രക്ഷിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത്, യേശുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി കണ്ടു, അവൻ എൻ്റെ പാപപരിഹാരത്തിന് മരിച്ചു, ഞാനവനെ സ്വീകരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ രക്ഷ അതിൽ അപൂർണമാണ്. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്? നമുക്കറിയാം, റോമലേഖനം അതിൻ്റെ 10-9 വാക്യങ്ങളിൽ വായിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താ അവിടെ പറയുന്നത്? യേശുവിനെ നാം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അവനെ ദൈവം മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. എന്നാൽ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? വിശ്വസിക്കുക മാത്രം പോരാ, അധരം കൊണ്ട് അവനെ കർത്താവെന്ന് ഏറ്റുപറയണം. ഇതിൻ്റെ ആശയം എന്താ? രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ, കുരിശിൽ മരിച്ച യേശുവിനെ രക്ഷിതാവായി കണ്ടെത്തി. ശരിയാണ്, അവൻ എൻ്റെ രക്ഷിതാവ്, അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അവൻ എൻ്റെ രക്ഷിതാവ്. യേശു ലോകത്തിനു വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് ജനറൽ നോളജാണ്. പക്ഷേ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതാണ് രക്ഷ എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല. അതിനടുത്ത് എന്തു വേണം? ആ യേശുവിനെ കർത്താവെന്ന് വിളിച്ചു പറയണം. കർത്താവെന്ന് വിളിച്ചു പറയണം. അവൻ ആണ് എൻ്റെ മാസ്റ്റർ, ഹീ ഈസ് മൈ സോവറിൻ ലോർഡ്. എൻ്റെ എല്ലാമായവൻ അവനാണ് എന്ന് പറഞ്ഞാൽ ആശയം എന്താ? അന്ന് കാലത്ത് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ സാധാരണ റോമ പൗരന്മാർ തമ്മിൽ കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഹെയിൽ സീസർ, സീസർ ഈസ് അവർ ലോർഡ്. ആ റോമ പൗരന്മാർ പറയും, നീറോ ചക്രവർത്തി നീണാൽ വാഴട്ടെ, അവനാണ് ഞങ്ങളുടെ കർത്താവ്, അവനാണ് ഞങ്ങളുടെ കർത്താവ്. രാജാവാണ് എങ്കിലും അവനെയാണ് കർത്താവായി അവരംഗീകരിച്ചത്. എന്നാൽ ഒരു പൈതൽ കുരിശിലേക്ക് വന്ന് അവന് വേണ്ടി പിടഞ്ഞു മരിച്ച നസ്രത്തുകാരൻ്റെ ആ ചങ്കിലെ ചോര കണ്ടുകൊണ്ട് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചവനാണ് യേശുവെന്ന് മനസ്സാ വാചാ വിശ്വസിച്ചുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശുവാണ് എൻ്റെ കർത്താവ്. റോമാ പൗരന്മാർ തമ്മിൽ കാണുമ്പോൾ ഹെയിൽ സീസർ, സീസർ ഈസ് മൈ ലോർഡ്, അവർ ലോർഡ് എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ അവർ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? ഹെയിൽ ജീസസ്, ജീസസ് ഈസ് അവർ ലോർഡ്. എന്താണ് ആശയം? അങ്ങനെ ഒരു വാക്ക് റോമ തെരുവിൽ ഒരുത്തൻ നിന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് വെട്ടപ്പെടും. ആ ശബ്ദം ആരെങ്കിലും ഒരു ഭടനോ ഒരു ഭടയാളിയോ കണ്ടാൽ അവിടെ വെച്ച് അവൻ കൊല്ലപ്പെടും. അത് രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം എന്താ? അന്ന് എല്ലാവരും നീറോ ചക്രവർത്തിയാണ് കർത്താവെന്ന് പറയുന്നിടത്ത്
യേശുവിനെ സ്വീകരിച്ചവൻ പറയും, ഇല്ല, എനിക്ക് നീറോ ചക്രവർത്തിയല്ല, യേശുവാണ് എൻ്റെ കർത്താവ്. എന്താണ് അതിൻ്റെ ആശയം? ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ സകല തീരുമാനങ്ങളെയും അവനാണ് എടുക്കുന്നത്, ഞാനല്ല. യേശു എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു, ഞാൻ അതനുസരിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട മാത്രയിൽ നാം യേശുവിനെ സ്വന്തം രക്ഷിതാവ് അംഗീകരിച്ചു. നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ് മരിച്ച യേശുവിനോടുള്ള സ്നേഹമാണ് ഭക്തിയുടെ പാതി. അടുത്തതായി അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ യജമാനനാണ്. അവനോട് കാണിക്കുന്ന അനുസരണം, വായിച്ചല്ലോ, ഭയപ്പാട്, ഇത് രണ്ടും ചേരുമ്പോഴാണ് വാസ്തവത്തിൽ നാം ദൈവഭക്തിയുള്ളവരായി മാറുന്നത്. ഈ രണ്ടിൻ്റെയും സമ്മിശ്രമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭയവും കലരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിപ്പാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോഴൊക്കെയും നാം ഇങ്ങനെ ചിന്തിക്കണം. ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ പിതാവാണ്, വാത്സല്യമുള്ള പിതാവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഭയപ്പെടുവാൻ ചില വിഷയങ്ങൾ ദൈവത്തിനുണ്ട്. നമുക്കറിയാം, 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, നിങ്ങൾ ഇവിടെ പിതാവെന്ന് വിളിച്ച് ആരാധിക്കുന്നവൻ ആരാണ്? മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രവാസകാലം സന്തോഷത്തോടെ ചെലവിടുവിൻ, അങ്ങനെയാണോ പറയുന്നത് പത്രോസ്? എങ്ങനെയാണ് പറയുന്നത്? ഭയത്തോടെ. എന്താ കാരണം? പിതാവാണ്, പക്ഷേ ആ പിതാവാണ് നാളത്തെ ജഡ്ജ്. നമ്മെ ന്യായം തീർക്കുന്നവനും ആ പിതാവ് തന്നെ. പിതാവിനോട് സ്നേഹമുണ്ട്, പക്ഷേ ആ പിതാവ് നാളെ ന്യായം വിധിക്കുന്നതിനായി വരുന്നു. അതുകൊണ്ട് അവനെ ഭയപ്പെടണം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഭയമില്ല. കാരണം നാം സൗജന്യമായി കൃപയാൽ, വിശ്വാസത്താൽ, പുത്രൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് ഈ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. നമുക്ക് വേണ്ടി തിരശ്ശീല കീറിക്കൊണ്ട് ഇതാ ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രവേശിക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഭയഭക്തിയോട് വേണം കടന്നു വരുവാൻ. ദൈവത്തോട് സ്നേഹം വേണം. അതേ സമയത്ത് ഭയമുള്ളവരായി നാം കടന്നു വരേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പലയിടങ്ങളിലും വായിക്കുന്നത്, ഭയത്തോടും വിറയലോടും നാം ദൈവത്തെ സേവിക്കണം. പഴയ നിയമകാലങ്ങളിൽ ഭക്തന്മാർ അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമകാലങ്ങളിൽ വരുമ്പോൾ ദൈവസ്നേഹമേറെ രുചിച്ചതുകൊണ്ട് ദൈവത്തുള്ള ഭയം നഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. ദൈവത്തെ അപ്പനായും യജമാനനായും കാണുക. ഏത് സമയത്തും ആ ഭയഭക്തിയോടുകൂടെ ദൈവത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്താണ് ദൈവഭയം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് നാം കണ്ടത്. ഞാൻ പെട്ടെന്ന് അടുത്തതായിട്ട് നാം കടന്നു പോകേണ്ടുന്ന ഭാഗം ദൈവഭക്തിയുടെ പ്രദർശനം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവഭക്തിയുടെ പ്രദർശനം നാം 3 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ട്. ഒന്ന്, ദൈവഭക്തിയുടെ അത്യാവശ്യകത, ഡിയർനെസ് എലവൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം. വളരെ തുലോം ഇന്ന് അന്യം നിന്ന് നമ്മിൽ നിന്ന് അകന്നുപോയ ഒന്നാണ് ദൈവഭക്തി എന്ന് ഞാൻ ഓർപ്പിച്ചു. ആ ദൈവഭക്തിക്ക് വേണ്ടി ദൈവഭക്തന്മാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇന്നലെ ഞാൻ പറയുകയുണ്ടായി. ഇപ്പോൾ നാം ചിന്തിച്ചത് ദൈവവചനത്തിൻ്റെ ദൈവഭക്തിയുടെ നിർവചനം, ഡെഫിനിഷൻ ഓഫ് ഗോഡ്ലിനെസ്. മൂന്നാമത് നമുക്ക് ചിന്തിക്കേണ്ടത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ പ്രദർശനം. ദൈവഭക്തിയെ എങ്ങനെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇതിന് ഞാൻ ഇന്ന് പഴയ നിയമത്തിലുള്ള ചില വ്യക്തികളുടെ ജീവിതം ഒന്ന് നിങ്ങൾക്ക് തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് പഴയ നിയമത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ കൂടെ ദൈവഭക്തിയെ പഠിച്ചെടുക്കുവാൻ കഴിയുമോ? സാധിക്കും എന്നുള്ളതാണ് പുതിയ നിയമ ഭക്തന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് ഞാൻ കരുതുന്നു. പുതിയ നിയമ ഭക്തന്മാരാണെങ്കിലും പഴയ നിയമ ഭക്തന്മാരുടെ ആ ഭക്തിയെ നമുക്ക് പിൻഗമിക്കുവാൻ കഴിയും. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ചില ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വേദപുസ്തകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയെന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. സഹോദരിമാർക്ക് പറയാം, ആദ്യമായിട്ട് ദൈവഭക്തിയെക്കുറിച്ച് പറയുന്ന വ്യക്തി ആരാ?
ഉൽപ്പത്തി പുസ്തകം തുടങ്ങാം, യോബിലേക്ക് പിന്നെ പോകാം. അബ്രഹാം, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 20:11. ഈ സ്ഥലം ദൈവഭയമില്ല നിശ്ചയം. ഈ സ്ഥലം ദൈവഭയമില്ല നിശ്ചയം. ഇത് അബ്രഹാം പറയുന്ന വാക്കുകളാണ്. ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ദൈവഭയം എന്ന് വരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തന് മാത്രമേ ദൈവഭക്തിയില്ലാത്ത സ്ഥലം തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവഭക്തനാണ് എന്നുള്ളതിൻ്റെ വെളിപ്പാടാണ്. തൻ്റെ ചുറ്റിലുമുള്ള പരിസരങ്ങൾ അവൻ വീക്ഷിച്ചപ്പോൾ ഇവിടെ ദൈവഭയമില്ലാത്തവർ പാർക്കുന്ന സ്ഥലമാണെന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവഭക്തിക്ക് അല്ലെങ്കിൽ ദൈവഭയമുള്ളവനെ ദൈവ അഭക്തരെ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ എന്നൊരു പാഠം. അതുപോലെ തന്നെ വീണ്ടും 22:12 വായിച്ചാട്ടെ. 22:12. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ആദ്യമായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞത് അബ്രഹാമിനെ കുറിച്ചാണ്. ദൈവത്തെ ഭയപ്പെടുന്ന അബ്രഹാം. ഈ അബ്രഹാം എങ്ങനെയാണ് ഇതിൻ്റെ ദൈവഭക്തി വെളിപ്പെടുത്തിയത്? താൻ പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ അനുസരിക്കുവാൻ, എന്ത് വില കൊടുത്തും അനുസരിക്കുവാൻ ഈ ഭക്തന് സാധിച്ചു. എന്ത് വില കൊടുത്തും. സ്വന്തം പുത്രനെ ചോദിച്ചപ്പോൾ പോലും ഒരു മടിയും കൂടാതെ അതിരാവിലെ എഴുന്നേറ്റ് ആ പുത്രനെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കയറിപ്പോയി. യാതൊരു സംശയമില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവത്തോട് ചോദിച്ചില്ല, ഇത് അവിടുന്ന് പറഞ്ഞ് ശരിയാണോ, ഈ പുത്രനെ തന്നെ കൊല്ലണമോ എന്നൊന്നും ചോദിച്ചില്ല. വളരെ മനസ്സോടെ ദൈവഹിതം നിറവേറ്റുവാൻ ആ മനുഷ്യൻ അതിരാവിലെ പുറപ്പെട്ടു പോയി. എൻ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്. ദൈവഭക്തനിൽ കാണപ്പെടുന്ന സവിശേഷത, കർത്താവ് എന്ത് പറയുന്നുവോ അത് അവൻ ചെയ്തിരിക്കും. അതിന് ന്യായാന്യായങ്ങൾ അവനൊരിക്കലും ചോദിക്കുകയില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ അത് ചോദിക്കില്ല. ഇങ്ങനെ ചെയ്താൽ വരുന്ന കോൺസിക്വൻസ് എന്താണ്, ഭാവിയിൽ സംഭവിക്കുക, അതൊന്നും അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവവാക്ക് അങ്ങനെ തന്നെ അപ്പാടെ തന്നെ വിശ്വസിച്ച് അനുസരിക്കുന്ന ഒരു യഹോവ ഭക്തനായിരുന്നു ഈ അബ്രഹാം. കർത്താവായ യേശു ക്രിസ്തു കാനായിലെ കല്യാണ വീട്ടിൽ വന്ന് അമ്മ പറഞ്ഞ വാക്ക് കേട്ടു. എന്നിട്ട് അമ്മ വേലക്കാരോട് പോയി എന്താ പറഞ്ഞു? ശുശ്രൂഷക്കാരോട് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവൻ എന്ത് പറഞ്ഞാലും, അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെ വാക്കുണ്ടോ? അമ്മ പറയുകയാണ് വേലക്കാരോട്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തു ചെയ്യണം? അതുപോലെ ചെയ്തോളണം. എന്താ അങ്ങനെ പറയാൻ കാരണം? പറയുമ്പോൾ നിങ്ങൾക്കതൊരു പ്രത്യേക രീതിയിൽ സ്ട്രെയിഞ്ചായിട്ട് തോന്നും. ഇതെന്താ ഇങ്ങനെ പറയുന്നേ? എന്താ പറയേണ്ടത്? വെള്ളം കോരിക്കൊണ്ടുവരിക, ശരി, കൊണ്ടുവന്നു, ഒഴിച്ചു. ഇനി അടുത്ത് എന്ത് പറയും? അല്പം ചാറ് അല്ലെങ്കിൽ മുന്തിരിച്ചാറ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒഴിക്ക്, ഞാനത് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ അവർ ചിന്തിക്കാം. പക്ഷെ അമ്മ പറഞ്ഞു, ഈ മകൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിചിത്രത തോന്നും. ദർ മസ്റ്റ് ബി എ സ്ട്രേഞ്ച്. എന്തോ ഇത് ശരിയാണോ? ഇത് നടക്കുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? കൊണ്ടുപോയി ഒഴിക്കുക എന്ന് പറയുന്നു. നാടുവാഴിയുടെ ഒഴിക്കാൻ കൊണ്ടുപോകുന്നു. അവർ രുചിച്ചു നോക്കി, എനിക്കറിഞ്ഞുകൂടാ. അതങ്ങ് വിശ്വസിച്ചു. ഞാൻ പറയട്ടെ, ദൈവം ഒരു ഭക്തനോട് എന്തു പറഞ്ഞാലും സംശയിക്കത്തേയില്ല. അവനതങ്ങ് വിശ്വസിക്കും. ചാടാൻ പറഞ്ഞാൽ ചാടും. ദൈവത്തെ വിശ്വസിക്കുന്നവൻ, ഇവിടെ ഈ ഭക്തനായ അബ്രഹാം എന്താ ചെയ്തത്? യഹോഭക്തൻ ഭക്തിക്ക് വേണ്ടി തന്നെത്താൻ ത്യജിക്കുന്ന ത്യാഗമനസ്സുള്ളവനാണ്. എന്നാൽ അഭക്തർ തങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ത്യജിക്കുന്നവരായിരിക്കും. ഇതാ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. ഭക്തന്മാർ എപ്പോഴും ദൈവത്തിന് വേണ്ടി തങ്ങളെ ത്യജിക്കും. എന്നാൽ അഭക്തന്മാരോ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തെ ത്യജിക്കുന്നവരായിരിക്കും. ഈ അബ്രഹാമിനെക്കുറിച്ച് നാം ചിന്തിച്ചു. രണ്ടാമതായിട്ട് മറ്റൊരു മനുഷ്യനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 42:18. നമുക്കേറെ പരിചിതമായ വ്യക്തികളാണ് ഇവരൊക്കെ.
മൂന്നാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ. മതി. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. യോസഫിൻ്റെ വാക്കുകളാണ്. യോസഫിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിച്ചവരാണ്. നമുക്ക് യോസഫിൻ്റെ ജീവിതം മാതൃകയുമാണ്. എന്നാൽ ഈ ഒരു വാക്ക് എന്നെ വളരെ ഇത്തവണ അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനും കർത്താവിന് വേണ്ടി പരീക്ഷയുടെ മധ്യ കടന്നുപോയപ്പോൾ അവൻ സഹനത്തോടെ ജീവിച്ചതിന് കാരണം, അതിൻ്റെ പുറകുള്ള കാരണം അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളിവിടെ പട്ടിണി കിടന്ന് ചത്താൽ അതെൻ്റെ മനസ്സിന് സന്തോഷം തരികയില്ല. നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ നെടുവീർപ്പ്, നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ കണ്ണുനീർ അത് ഞാൻ കാണുന്നു. ഞാനൊരു ദൈവഭയമുള്ളവനാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അവരോട് സഹതപിക്കുവാനും അവരെ സഹായിക്കുവാനും ഒരു ദൈവഭക്തനെ കഴിയുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെടുമ്പോൾ യോസേഫ് പറഞ്ഞതാണ്, നിങ്ങൾ 3 ദിവസമായി നിങ്ങൾ എന്തിനു മരിക്കണം, നിങ്ങൾ മടങ്ങിപ്പോകാം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തി, ആ ചൈതന്യ ശക്തി ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി, യഹോഭക്തനാണ് ഈ യോസേഫ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു ഭക്തനെ കുറിച്ച് പെട്ടെന്ന് കടന്നു പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-12 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം വായിച്ചതാണ്. അവിടെ വായിക്കുന്ന മനുഷ്യൻ ഒബദ്യാവ് എന്ന് പറയുന്ന ആഹാബിൻ്റെ ഗ്രഹവിചാരകനാണ്. നാം അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചത്? അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാം. ആകയാൽ ആഹാബ് തൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഇതുപോലത്തെ ഒരു വാക്ക് മറ്റാരെയും കുറിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. മഹാഭക്തനായ മനുഷ്യൻ. അദ്ദേഹം ഇപ്പോൾ പാർക്കുന്നത് എവിടെയാ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും മ്ലേച്ഛതകളും വിഗ്രഹാരാധനയും ബാലിൻ്റെ ആരാധനയും നടക്കുന്ന ഒരു സ്ഥലത്ത് താൻ വന്ന് പാർക്കുകയാണ്. അതും അരമനയിലാണ്. ആ അരമനയിൽ പാർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയുവാൻ കഴിയും, ഞാൻ ഇന്നും ഒരു മഹാഭക്തനാണ്. ഇത് ദൈവാത്മാവ് പറയുക. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്ന വാക്ക് നാം 12-ൽ വായിച്ചു. എന്താ പറയുന്നത്? ഞാൻ ബാല്യം മുതൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ആശയം ഓർപ്പിച്ചല്ലോ, അവൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഇസ്രായേലിലെ വഷളത്വവും മ്ലേച്ഛതയും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ ജനിച്ചു വീണ നാളിൽ തന്നെ അവൻ്റെ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു, അവനെ ഭക്തിയുള്ളവനായി വളർത്തിക്കൊണ്ടുവന്നു എന്ന് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ഒബദ്യാവ് എന്താ ചെയ്തത്? പ്രതികൂലമായ സാഹചര്യങ്ങൾ, നന്മ ചെയ്യുവാൻ യാതൊരു ആനുകൂല്യമായ അനുഭവങ്ങളുമില്ലാത്ത സ്ഥലത്ത് അവിടെയാണ് തൻ്റെ പ്രാണനെപ്പോലും വിലയേറിയതായി കരുതാതെ ദൈവദാസന്മാർക്ക് അന്നവും വെള്ളവും കൊടുത്തത്. അവനെക്കുറിച്ച് അതാ വായിക്കുന്നത്. ഒബദ്യാവ് എന്ത് ചെയ്തു? പ്രവാചകന്മാരെ, അതാ ഇസബെൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 50 പേരായി ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് നേരത്തിന് ആഹാരം കൊടുക്കുന്ന ഒരു മഹാഭക്തനായ ഒബദ്യാവ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി, യഹോവ ഭക്തന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അവന് ലഭിക്കുന്ന സന്ദർഭങ്ങൾ, അവന് വീണ് കിട്ടുന്ന അവസരങ്ങളൊന്നും ഭക്തൻ പാഴ്പെടുത്തുകയില്ല. എങ്ങനെയെങ്കിലും തനിക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ദൈവദാസന്മാരെ അവൻ കരുതുന്നവനായിരിക്കും. ഞാൻ ഇത് ഓർത്തപ്പോൾ എൻ്റെ മനസ്സോടിയത് പുതിയ നിയമത്തിലേക്കാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത ലക്ഷ്യം പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. തൻ്റെ ജീവിത ലക്ഷ്യം എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 24 അവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ട് തൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കണം, എങ്ങോട്ടുള്ള യാത്രക്കാരനായിരിക്കണം, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു വാക്ക് പറയുന്നു. നോക്കുക, അപ്പോസ്തലർ 20-24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നോക്കുക, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത ലക്ഷ്യം, പ്രയാണത്തിൻ്റെ ലക്ഷ്യം കുറിച്ച് പറയുകയാണ്. തനിക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ പ്രാണന്
വിലയേറിയതായി എണ്ണുന്നില്ല. ഒരു ഭക്തനത് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഉപദ്യാവ് അവൻ പറയുകയാണ്, ഒരുപക്ഷെ ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്തു പോയാൽ ഇസബേലിൻ്റെ അനിഷ്ടത്തിന് ഞാൻ ആളായിത്തീരും, അവൾ എന്നെ കൊല്ലും നിശ്ചയം. എങ്കിലും എൻ്റെ പ്രാണൻ പോയാലും ചില ദൈവദാസന്മാരെ പട്ടിണിയിടാതെ ഞാൻ കരുതും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പുതിയ നിയമത്തിലെ അഖില പ്രിസ്കില്ല അവരെക്കുറിച്ച് എന്താ വായിക്കുന്നത്? അത് പൗലോസ് തന്നെ പറഞ്ഞു വെച്ചു. റോമലേഖനം 16 ഇങ്ങനെ വായിക്കുന്നല്ലോ. 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമർ 16:4. അവൻ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. ഭക്തിയുള്ള ദമ്പതികൾ അവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്തുവാ? അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തു. ഇതിൻ്റെ വിശദീകരണം ഒന്നും വ്യക്തമല്ല, ചരിത്രത്തിൽ അതെങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണത് ആശയം? അപ്പോസ്തലനായ പൗലോസ് ഈ ദമ്പതികളെക്കുറിച്ച് പറയുമ്പോൾ അവർ എൻ്റെ പ്രാണന് വേണ്ടി കഴുത്ത്, സാധാരണ നിലയിൽ കഴുത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു നുഖത്തിൻ്റെ കീഴിൽ വന്നു ചേരുന്ന ഒരു കാളയ അത് തൻ്റെ കഴുത്ത് നുഖത്തിന് കീഴിലേക്ക് വെച്ചു കൊടുക്കും. രണ്ടാമത്, ഒരുവനെ വധശിക്ഷയ്ക്ക് വിധിച്ച് അവൻ്റെ ശിരച്ഛേദം വാളുകൊണ്ടാണെങ്കിൽ അവൻ ആ വാളെടുത്ത് വരുന്ന പടയാളികളുടെ അരികിലെത്തുമ്പോൾ അവൻ തൻ്റെ കൈ പുറകിലോട്ട് വലിച്ച് തൻ്റെ തല താഴ്ത്തി കഴുത്ത് അങ്ങ് താഴ്ത്തി കൊടുക്കും, അതിൽ വെട്ടേൽക്കും. അപ്പോൾ രണ്ട് നിലയിലാണ് പൗലോസ് കൂടെ പറയുന്നത്. ഒന്ന്, നുഖത്തിനു വേണ്ടി കഴുത്തേൽപ്പിക്കുന്നവർ, അല്ലെങ്കിൽ മരണത്തിനു വേണ്ടി കഴുത്തേൽപ്പിക്കുന്നവർ. തൻ്റെ പ്രാണനെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പ്രാണനെ അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു ഈ ദമ്പതികൾ. ഞാൻ പറഞ്ഞത് ഉപദ്യാവിൻ്റെ ജീവിതമാണ്. ആ ഉപദ്യാവിൻ്റെ ജീവിതത്തിൽ അവൻ മഹാഭക്തനായിരുന്നു, ബാല്യം മുതൽ ഭക്തനായിരുന്നു. അവൻ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ഏൽപ്പിക്കുവാൻ, ഒരു റിസ്കിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സേവിക്കുന്നവർ, ജീവന് അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ദൈവഭക്തിയാൽ നിറഞ്ഞവരായി ദൈവത്തെ സേവിക്കുന്നവർ. നാം ഏതാണ്ട് 3 ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിച്ചു, അതുപോലെ തന്നെ യോസെഫിൻ്റെ ജീവിതം ചിന്തിച്ചു, ഒബദ്യാവിൻ്റെ ജീവിതവും ചേർത്ത് ചിന്തിച്ചു. ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടുന്ന പാഠങ്ങൾ നാം ഇന്ന് പഠിച്ചു. എന്നാൽ വരും നാളുകളിൽ ദൈവഭക്തിയുടെ പ്രകടനങ്ങളായി, ബാഹ്യപ്രകടനങ്ങളായി ഇത് ജീവിതത്തിൽ പകർത്തുക. 4-ാമത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നെഹമ്യാവാണ് ആ വ്യക്തി. നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. എനിക്ക് മുമ്പേ നെഹമ്യാവ് 5:15. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഇത് നെഹമ്യാവിൻ്റെ പ്രസ്താവനയാണ്. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ധനത്തോടുള്ള മനോഭാവം അവിടെ വായിക്കുന്നത്, 12 സംവത്സരം ദേശാധിപതികൾക്കുള്ള അഹോവൃത്തി വാങ്ങാത്തൊരു മനുഷ്യൻ, ന്യായമായി ലഭിക്കേണ്ടുന്ന തൻ്റെ ശമ്പളം മറ്റുള്ളവർക്ക് വേണ്ടി നിരസിക്കുന്ന ഒരു മഹാമനസ്കത. ഇങ്ങനെയുള്ള ദൈവഭക്തന്മാരെ നാം എങ്ങനെ പിൻഗമിക്കാതിരിക്കും? നെഹമ്യാവിൻ്റെ ദൈവഭക്തി അത് വെറും എന്തെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ധനത്തോടുള്ള അവൻ്റെ മനോഭാവം അതിനെ അത് ബാധിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദൈവഭക്തി നിങ്ങളുടെ ധനത്തോടുള്ള, പണത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് ചോദ്യം ചെയ്യുക. ഇന്നും പണത്തോടുള്ള അത്യാഗ്രഹം, ആർത്തി, എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു മനസ്ഥിതിയാണെങ്കിൽ നിങ്ങൾ യഹോഭക്തന്മാരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ യഹോഭക്തൻ്റെ മനോഭാവം ധനത്തോടെങ്ങനെയാണ് എന്നിവിടെ വായിച്ചു കേട്ടു. മറ്റുള്ളവർക്ക് വേണ്ടി ഏതാണ്ട് സ്വന്തം ആവശ്യങ്ങൾ ഏറെയുണ്ട്. തനിക്ക് ആവശ്യമില്ലാതെയല്ല ഈ
നാളുകളിൽ കിട്ടുന്ന ആ ശമ്പളം കയ്യിൽ പറ്റിയാൽ അതുകൊണ്ട് ഒരുപാട് നന്മകൾ തനിക്കുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കും എന്നൊരു അവബോധം തന്നിൽ വന്നപ്പോൾ തൻ്റെ ശമ്പളം വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെയൊരു ഭക്തന്മാർ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ അതേ മനോഭാവം ദൈവഭക്തന്മാരായി നമുക്ക് ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ. അരി വാങ്ങാൻ വെച്ചിരുന്ന കാശ് അത് അടുത്തവന് കൊടുക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് KV സൈമൺ സാറിൻ്റെ കാലത്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ കൂടെയാണ് നാം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്നത്ര സ്വരൂപിച്ച് വെച്ചിട്ടാണ് അല്പല്പം മറ്റുള്ളവർക്ക് നാം സഹായം ചെയ്യുക. എന്നാൽ അന്നത്തെ ഭക്തന്മാർ ത്യാഗികളെപ്പോലെ, തങ്ങൾക്കില്ല, തങ്ങൾക്ക് പട്ടിണിയാണ്, തങ്ങൾക്ക് വസ്ത്രമില്ല, ശരിയാണ്, എങ്കിലും വസ്ത്രമില്ലാത്തവനെ കാണുമ്പോൾ, ഭക്ഷിക്കാത്തവനെ കാണുമ്പോൾ ഉള്ളതെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു നല്ല ഭക്തൻ. നമുക്കറിയാം, മഹാകവി KV സൈമൺ സാറെ പോലുള്ളവരൊക്കെ ജീവിച്ച മണ്ണാണ് ഈ കേരളക്കര. നാം അവരുടെ വാസ്തവത്തിൽ അവരുടെ പിൻഗാമികളാണ്, നാം അവരുടെ മക്കളാണ്. ആ നിലയിലുള്ള ഒരു മനോഭാവം ധനത്തോട് നമുക്കുണ്ടാകുമെങ്കിൽ ഞാൻ പറയട്ടെ, നാം ആത്മീക ധനികരാകും. ഞാൻ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് വരട്ടെ. പുറപ്പാട് 1:17-21 വാക്യങ്ങളിൽ അവിടെ ഒരു സ്ത്രീ സമൂഹത്തെക്കുറിച്ച് നാം വായിക്കും. സ്ത്രീകളിൽ കാണപ്പെട്ട ദൈവഭക്തിയാണ് അവിടെ വിഷയം. വായിക്കുക, പുറപ്പാട് 1:17-21. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർധന നൽകി. മോശയുടെ കാലത്താണ് ഇത് സംഭവിക്കുക, നമുക്കറിയാം. എന്നാൽ സൂതികർമ്മിണികൾക്ക് ലഭിച്ച കൽപ്പന എന്താണ്? ആണാണെങ്കിൽ കൊല്ലുക, പെണ്ണാണെങ്കിൽ ജീവനോടെ ശേഷിപ്പിക്കുക. ഒരു കഠിനമായ ഒരു കൽപ്പനയായത്. എങ്ങനെ ഇവർക്ക് സാധിക്കും? സാധാരണ സ്ത്രീകളെ കൊണ്ട് ഒരിക്കലും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കൽപ്പന. അവരൊക്കെ അമ്മമാരല്ലേ, എങ്ങനെ സാധിക്കും? കുഞ്ഞുങ്ങളെ കൊല്ലുക, അതാണ് കൽപ്പന. എന്നാൽ ഇവർക്കുള്ളിൽ ഒരു ഭയമുണ്ട്. രാജാവിനെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ സൂതികർമ്മിണികളായ സ്ത്രീകൾ യഹോവയെ ഭയപ്പെട്ടെന്നാണ് വായിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ടതുകൊണ്ട് ഈ കഠിനമായ ഈ കൽപ്പനയെ അതിധൈര്യത്തോടെ ലംഘിച്ചുകൊണ്ട് ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ ഈ സൂതികർമ്മിണി രക്ഷിച്ചു. നമ്മുടെ ദൈവഭക്തി ഏത് നിലയിലായിരിക്കണം എന്ന് ഇവിടെ ഒരു പാഠമുണ്ട്. നമുക്കറിയാം, പത്രോസ്, അതുപോലെ യോഹന്നാൻ, അപ്പോസ്തലർ എടുക്കണ്ട, അപ്പോസ്തല പ്രവൃത്തി 4:19 അവർ പറയുന്നു, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ? ഇതാണ് ഭക്തൻ ചോദിക്കുന്നത്. നിന്റെ കൽപ്പന രാജകൽപ്പനയാണ്, പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവകൽപ്പന എന്ന് പറയുന്നു, ദൈവപ്രമാണം എന്ന് പറയുന്നു, ഞാൻ അതേ അനുസരിക്കുകയുള്ളൂ എന്ന് പറയുന്നവളാണ് യഹോഭക്തിയുള്ള സ്ത്രീയും പുരുഷൻ. ഇവിടെ ഏതാണ് വായിക്കുന്നത്? അതുപോലെ അപ്പോസ്തലർ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്ന, എപ്പോഴും നാം മരണത്തിന് അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന വാക്കാണ്, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. ഞാനവിടെ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് സ്തേഫാനോസിൻ്റെ ശവസംസ്കാരത്തിന് വന്നവരെ ഭക്തന്മാരെന്ന് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ ഭക്തന്മാരെന്നുള്ള വാക്ക് വളരെ കുറവാണ്. അവിടെ ശിഷ്യന്മാരുടെ വാക്കുണ്ട്, വിശ്വാസികളുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ സ്തേഫാനോസിൻ്റെ ആ ശരീരം അടക്കാൻ വന്നവരെക്കുറിച്ച് ആത്മാവ് പറയുക, അവർ ഭക്തന്മാരായതുകൊണ്ടാണ് വന്നത്. എന്താ അതിൻ്റെ ആശയം? നമുക്കറിയാം, അവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ആ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടവൻ്റെ മൃതശരീരം ഒരു നോക്ക് കാണുവാൻ പോലും നമുക്ക് സഹിക്കുകയില്ല. അത്ര വികലമായ ഒരു രൂപമാണ്. ആ ശരീരം പൂർണ്ണമായും കല്ലുകളാൽ പൂർണ്ണമായി രക്തമംഗലമാണ്. ആ ശരീരത്തിന് അടുത്തുപോയി നിൽക്കുവാൻ സാധ്യമല്ല. മനസ്സിന് ധൈര്യം വേണം, അങ്ങനെയുള്ളവർക്ക് അവിടെ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഈ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം.
നാളെ ഇവൻ്റെ ശരീരവുമായി അടക്കത്തിന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നീയും അക്കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്ന് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നാളത്തെ രക്തസാക്ഷി താനാകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. എന്നാൽ അവിടെയും ഒരു കൂട്ടം ഭക്തന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാർ ധാരാളമുണ്ട്, വിശ്വാസികളെ ധാരാളമുണ്ട്. എന്നാൽ സ്തേഫാനോസിൻ്റെ ശരീരത്തോട് ബന്ധപ്പെടുവാൻ, ആ ശരീരത്തെ ഒന്ന് അടക്കം ചെയ്യുവാൻ, മാന്യമായ ഒരു യാത്രയയപ്പ് കൊടുക്കുവാൻ ഭക്തന്മാരെ സാധിക്കുള്ളൂ, ഭക്തന്മാരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് സഹോദരങ്ങളുണ്ട്, വിശ്വാസികളുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഇങ്ങനെയുള്ള ആപൽഘട്ടങ്ങളിൽ ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കും. ആദ്യത്തെ രക്തസാക്ഷിയായി മരിച്ച മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും ഈ യേശുവിൻ്റെ സാക്ഷികളാണ് എന്ന് പറയുവാൻ സധൈര്യം മുന്നോട്ട് വന്നവർ ഭക്തന്മാരായ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ ഭക്തന്മാർ എന്നുള്ള വാക്ക് കുറഞ്ഞു പോയതെന്ന് സംശയിക്കുന്നു. അധികം വാക്കുകൾ ഭക്തന്മാർ എന്ന വാക്ക് കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ ഭക്തന്മാർക്ക് ഒരുപാട് വിരളത സംഭവിച്ചു. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ദൈവദാസന്മാരുണ്ട്, ഞാൻ സംശയിക്കുന്നില്ല. നമുക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, സഹോദരനുണ്ട്. ശരിയാണ് പ്രിയമുള്ളവരെ, നമ്മിൽ എത്ര പേർ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ശവശരീരവുമായി അത് ചുമന്നുകൊണ്ട് അതൊന്ന് അടക്കം ചെയ്യുവാൻ, മാന്യമായ ശുശ്രൂഷ നൽകുവാൻ എത്ര പേർ തയ്യാറാകും? എൻ്റെ അനുഭവത്തിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒരിക്കലൊരു കോട്ടേജ് പ്രയർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം മനുഷ്യർ വന്നു, ബഹളമുണ്ടാക്കി. അതിനകത്ത് ഉള്ള അവരുടെ മകനെ അടിക്കുവാനാണ് അവർ വന്നിരിക്കുന്നത്. വലിയ ബഹളമായി. ആ സമയത്ത് 10-100 സഹോദര സഹോദരികൾ ആ വീട്ടിൽ കൂടിയിട്ടുണ്ട്, ഞങ്ങളെല്ലാവരുമുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അവരടിക്കാനും അതുപോലെ തന്നെ ഉപദ്രവിക്കാനും വന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതാണ്ട് 90 പേര് അപ്പോഴേ സ്ഥലം വിട്ടു. മൂപ്പന്മാരുണ്ട്, അവരും സ്ഥലം വിട്ടു. പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേര് അവിടെ നിന്നു. അടി വാങ്ങിച്ചാലും കുഴപ്പമില്ല, കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമല്ലോ എന്ന്. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആപൽഘട്ടങ്ങളിൽ കഷ്ടപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അതിന് ശക്തി നൽകുന്നത് യഹോവ ഭക്തിയാണ്. ദൈവഭക്തി ഉള്ളവന് ശക്തിയുണ്ട്. അവൻ ഏത് സാഹചര്യത്തെയും വെല്ലുവിളിക്കും. അവനോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ ദൈവമാണ് ഈ സ്തേഫാനോസിൻ്റെ ദൈവം, സ്തേഫാനോസിൻ്റെ കർത്താവ് തന്നെയാണ് ഞങ്ങളുടെയും കർത്താവെന്ന് അവനോട് ചേർന്ന് നിന്ന് വിളിച്ചു പറയുവാൻ ഈ ഭക്തന്മാർക്ക് കഴിയുള്ളൂ. നാം ആ കൂട്ടത്തിൽ പെടുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നാം പഴയ നിയമത്തിലെ ചിലരെയും പുതിയ നിയമത്തിലെ ചിലരെയും നാം കാണുകയുണ്ടായി. നമുക്ക് അവരുടെ ജീവിത മാതൃക ഒന്ന് അനലൈസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഭക്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹം. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുവല്ലോ, ആരൊക്കെയാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എന്നുള്ളതും നാം കണ്ടു. ആദ്യം പ്രാർത്ഥിച്ചത് ദാവീദാണ്. ദാവീദിനെക്കുറിച്ച് നാം വായിച്ചു. സങ്കീർത്തന പുസ്തകം 12:1 യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ BC 700 മീഖയുടെ പുസ്തകത്തിൽ ഭക്തന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, നേരുള്ളവർ ആരുമില്ല. അതുപോലെ തന്നെ യെശയ്യാ 52:1-2 വാക്യങ്ങളിൽ നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും ഒഴിഞ്ഞു പോകുന്നു, നേരായി നടക്കുന്നവൻ ഇല്ല. അതുപോലെ മലാഖിയിൽ വരുമ്പോൾ ദൈവം തന്നെ ഭക്തന്മാരെ അന്വേഷിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടുന്ന ആ ഒരു ദാഹം എന്തിനു വേണ്ടിയാ? കർത്താവേ, ഭക്തന്മാരില്ലാത്ത ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് കാലാന്ത്യമാണ്, ഞങ്ങൾക്കറിയാം. വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് തന്നെ സംശയദൃഷ്ടിയെ ചോദിച്ചു പോയ കാലഘട്ടമാണ്. അറിയാം. എങ്കിലും കർത്താവേ, ഞങ്ങൾക്ക് ഭക്തന്മാർ വേണം, ഞങ്ങൾക്ക് ഭക്തി വേണം, ഞങ്ങളെ ഭക്തരാക്കുക എന്നുള്ള വലിയൊരു നിലവിളി, ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാണ്. ഈ ഭക്തിയെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ചില വാക്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാം. ഭക്തിയെ എങ്ങനെ നേടാം? ഒന്നാമതായിട്ട് ഈ ഭക്തി, അതായത് സങ്കീർത്തനം 34:11 ഞാൻ ആ വാക്യത്തിന് ആശയത്തിന് ആമുഖമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 34:11 ഇന്നലെ വായിച്ചു. ആ വാക്യം ഒന്ന് വായിക്കാം. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ,
യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. മതി. മക്കളെ, അരികിൽ വരിക, യഹോഭക്തിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഒരപ്പൻ തൻ്റെ മക്കളെ വിളിക്കുന്ന രംഗമാണ്. ദാവീദാണ് ഇവിടെ പിതാവ് മക്കളെ വിളിച്ച് ഭക്തി പഠിപ്പിക്കുവാനായി അവരെ വിളിക്കുന്നത് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് ആദ്യം നാം പഠിക്കേണ്ടുന്ന പാഠം, ഈ ഭക്തിയെ പഠിപ്പിക്കുവാൻ പറ്റും. ഇറ്റ്സ് ടീച്ചബിൾ. യഹോവ ഭക്തി പഠിപ്പിക്കപ്പെടേണ്ടതാണ്. കാരണം എന്തെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് ട്രഡീഷണൽ. ഒരു ഭക്തനായ മനുഷ്യന് ഇപ്പോൾ 4 മക്കളുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ 4 മക്കളും ഭക്തന്മാരാകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇറ്റ്സ് നോട്ട് ട്രഡീഷണൽ. അതുപോലെ അത് പരമ്പരാഗതമല്ല. അതുപോലെ അത് ജെനറ്റിക്കലല്ല എന്ന് പറഞ്ഞാൽ അത് ജനതീകമായി വരുന്നതല്ല. ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചുകൊണ്ട് അമ്മയെപ്പോലെ ഭക്തയാകും എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, ഇറ്റ്സ് നോട്ട് ഹെറിഡിറ്ററി. നമുക്കറിയാമല്ലോ, പല രോഗങ്ങളെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുകയുള്ളൂ. നല്ല സ്വഭാവം കിട്ടുന്നത് വളരെ വിരളമാണ്. പക്ഷേ അപ്പനമ്മമാരിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതൊക്കെ രോഗങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും കുറവുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭക്തി ഒരിക്കലും അത് നമുക്ക് പരമ്പരാഗതമായി വരുന്നില്ല, നമ്മുടെ ജനനാൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യണം? ഇത് നാം നേടിയെടുക്കണം. ഇത് സ്വയമേ അതിനുവേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഭക്തി പഠിപ്പിക്കാം. ഇറ്റ്സ് ടീച്ചബിൾ. അപ്പോൾ ദൈവസഭകളിൽ വിഷയം പഠിപ്പിക്കപ്പെടേണ്ടുന്ന ഒന്നാമത്തെ വിഷയം എന്താ? ഇന്ന് നാം ദൈവജനം ഒരുപാട് പഠിക്കുന്നുണ്ട്, നമുക്കൊരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ന് സഭകളിൽ നാം പഠിപ്പിക്കുവാൻ സമയമെടുക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ യഹോവ ഭക്തി, ദൈവഭക്തി എന്നുള്ള വിഷയമാണ്. ഒരുപാട് തലക്കെട്ടുകൾ പ്രസംഗിക്കുവാൻ കഴിയും, പക്ഷേ ദൈവഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കണം. സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ. ഇന്നലെ ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഈ ദാവീദ് തൻ്റെ മക്കളെ വിളിച്ചരികത്തിരുത്തുക. രാജഭോജനത്തിന് വേണ്ടി അവർ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ആഹാരം വായിലേക്ക് പോയിട്ടില്ല, നന്ദി പറഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് അപ്പൻ പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങളുടെ ദൈവഭക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് മ്യൂസിക് ക്ലാസ് എടുക്കുക അല്ല, അസ്ത്രവിദ്യ പഠിപ്പിക്കുകയല്ല, അല്ല മറ്റൊന്നും പഠിപ്പിക്കാനല്ല ഞാൻ വിളിച്ചത്, നിങ്ങളെ ദൈവഭക്തി പഠിപ്പിക്കാനാണ്. അപ്പോൾ ദൈവഭക്തി പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി ടോട്ട്. അത് വളരെ ആഴമായി ദൈവദാസന്മാരും ചിന്തിക്കേണ്ടതാണ്. നമുക്കൊരുപാട് ദൈവിക വിഷയങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. പക്ഷേ ഏത് പഠിപ്പിച്ചാലും അതിൻ്റെ ആഴത്തിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ദൈവഭക്തനാകുക, ദൈവഭക്തയാകുക. നമ്മുടെ സഭകൾ ദൈവഭക്തന്മാരാലും ഭക്തിയുള്ളവളാലും നിറഞ്ഞു കവിയുന്ന ഒരു നാളുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ കുറവ് നികത്തുവാൻ ദൈവസഭകളിൽ ഇനി സുവിശേഷ പ്രസംഗത്തെക്കാളധികമായി ദൈവസഭയിൽ ഈ ഭക്തിയുടെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം. രണ്ടാമത്, ഈ ഭക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഞാൻ എഴുതി വെച്ച്, ടേക്ക് എ സീരിയസ് എഫേർട്ട്. ഭക്തിയെ പഠിപ്പിക്കാം നമുക്ക്, പക്ഷേ ആ ഭക്തി പഠിക്കണമെങ്കിൽ ഭക്തി വേണം എന്നുള്ള ഒരു വല്ലാത്ത ദാഹം, അമിതമായൊരു ദാഹം നമുക്ക് ആവശ്യമാണ്. ഒരു വാക്യം വായിക്കാം, 1 തിമോത്തിയോസ് 4:7. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതായാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതിൻ്റെ 8-ാം വാക്യം കൂടെ, ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ഭക്തിക്ക് തക്കവണ്ണം, അങ്ങനെ വാക്യമില്ലേ? 4:7 ഭക്തിവിരുദ്ധമായ വായിച്ചോളൂ. 4:7. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. മലയാള പരിഭാഷയിൽ ദൈവഭക്തിക്ക് തക്കവണ്ണം എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിൻ്റെ ശരിയായ തർജ്ജമ വരണമെങ്കിൽ ദൈവഭക്തിക്ക് വേണ്ടി, ദൈവഭക്തി ആർജിക്കുവാൻ, ദൈവഭക്തി നേടിയെടുക്കുവാൻ എന്ത് ചെയ്യണം? അഭ്യാസം ചെയ്യുക. എക്സസൈസ് തൈസെൽഫ് അൺടു ഗോഡ്ലിനെസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവ ഭക്തിക്ക് വേണ്ടി അഭ്യസിക്കണം. അതിനർത്ഥം എന്താ? കഠിനമായ ഒരു പരിശീലനം എടുക്കണം.
ദൈവഭക്തി ഓട്ടോമാറ്റിക്കായി വരും. എൻ്റെ അപ്പനും അമ്മയും ഭക്തന്മാരാണ്, അതുകൊണ്ട് ഞാനും ഭക്തിയുള്ളവനായി തീരുമെന്ന് ആരും ചിന്തിച്ചു പോകരുത്. നിങ്ങൾ ഭക്തനാകണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ചുമതല എന്താ? നിങ്ങളത് പരിശീലിക്കണം. പഠിക്കുക മാത്രമല്ല, പരിശീലിക്കാൻ ആരംഭിക്കണം. ഇവിടെ വായിക്കുന്ന ആ എക്സസൈസ് എന്ന വാക്ക്, മലയാളത്തിൽ അഭ്യാസം, ആ വാക്ക് ഇതിനു മുമ്പൊക്കെ ദാസന്മാർ പറഞ്ഞു തന്നു കാണുമെന്ന് വിചാരിക്കും. ആ എക്സസൈസ് എന്നുള്ള വാക്കിന് ഗുമനാസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുമനാസോ എന്ന വാക്ക് സാധാരണ നിലയിൽ ഒളിമ്പിക് കായിക മത്സരങ്ങളിൽ അതിനുവേണ്ടി പങ്കാളികളാകുന്ന ഓട്ടപന്തയത്തിലും മറ്റുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്നവർ, കായിക താരങ്ങൾ, അവർ സാധാരണ അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദിവസത്തിൽ അവർ പോകുകയാണ്, ആ ഒളിമ്പിക്കിലേക്ക് പോവുക. അതിനു മുമ്പ് അതിന് തയ്യാറെടുക്കുന്ന ചില നാളുകൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങളുണ്ട്. 5 വർഷം ഒരിക്കലാണ് വരുന്നത്. പക്ഷേ അവർ 5 വർഷമായിട്ട് ഒരു പ്രത്യേക ഇവൻറ്റിന് വേണ്ടി തങ്ങളെ ഒരുക്കും. അവരൊരുക്കുമ്പോൾ അത് ഒരുപക്ഷെ ഓട്ടത്തിൽ ഓടുന്ന ഓട്ടപ്പന്തയക്കാരാണോ, അങ്ങനെയുള്ളവരൊക്കെ തന്നെ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, സാധാരണ നില അവർ പറയുന്നത് അവർ വളരെ കഠിനമായി അധ്വാനിക്കും. ഒരു വാക്യം കൂടെ ചേർത്ത് വായിച്ച് 1 കൊരിന്തി 9:27 പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാത്. ഒന്ന് വായിച്ച് 1 കൊരിന്തി 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ. ഈ വാക്കിന് പല പരിഭാഷകളിൽ വളരെ ആഴമായ അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിയായ നിലയിൽ ജയം പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യുന്നു? എൻ്റെ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുക. അവിടെ ഒരു ബോക്സർ എന്ന് പറഞ്ഞാൽ മൽയുദ്ധവീരൻ, അവൻ മറ്റുള്ളവൻ്റെ മുഖത്തടിക്കുക, തൻ്റെ മുഖത്ത് ഇടിക്കാറില്ല. പക്ഷേ പൗലോസ് എന്താ പറയുന്നത്? ആസ് എ ബോക്സർ ഹി സേസ് ഐ ആം ബീറ്റിംഗ് മൈ ഓൺ ദിസ് പാർട്ട്, അതായത് കണ്ണുകൾക്ക് താഴെയുള്ള ഈ ഭാഗത്തിൽ ഇടിക്കുക, അവിടെയാണ് ഇടിക്കുക. ഇത് കരിനീലിച്ചു പോകും. പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട്, പ്രസംഗ വിഷയം മറ്റുള്ളവരെ അറിയിച്ചിട്ട് അതിന് വിരോധമായി ഞാൻ ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതിനെതിരായി എടുക്കുന്ന നടപടി എന്താണെന്നറിയാമോ? ഞാൻ സ്വയം എന്നെ ദണ്ഡിപ്പിക്കുകയാണ്. ഒരിക്കലും ദൈവവചനത്തിന് വിരോധമായി ഞാൻ തന്നെ വരാതിരിക്കേണ്ടതിന്, എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രസംഗ വിഷയം ഞാൻ കൊണ്ടുവന്ന് അനർത്ഥമാക്കുന്നതിന് പകരം അതിനെ അനർത്ഥമായി ജീവിക്കുമെങ്കിൽ, അദ്ദേഹം ഇരുന്ന് ചെയ്യുന്ന പരിശീലനം എന്തെന്നറിയാമോ? മൊത്തത്തിൽ ഇടിക്കുക, തന്നെ ഇടിക്കുക. ഇത് നാം ചെയ്യാറുണ്ടോ? എന്തിനു വേണ്ടിയാ? ഇവിടെ വായിച്ചല്ലോ, ഗുമനാസോ. എന്താണ് ആശയം? നഗ്നനായി, വിവസ്ത്രനായി പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ, അന്നത്തെ ആ കായിക താരങ്ങൾ അവർ ചെയ്യുന്ന പരിശീലനത്തിന് ഒരു നൂല് വസ്ത്രം തടസ്സമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വസ്ത്രം, ആ നൂല് പോലും ശരീരത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട്, എന്തിനു വേണ്ടിയാ? വിജയികളാകുവാൻ. നാളത്തെ മത്സരത്തിൽ ഞാൻ ജയിക്കണം, അതുകൊണ്ട് ഇന്ന് കഠിനമായ നിലയിലുള്ള പരിശീലനം എടുക്കുക. പ്രിയമുള്ളവരെ, ദൈവഭക്തി ആർജിക്കുന്നത് അത്ര എളിതല്ല. നിങ്ങൾ ഭക്തരാകണമെന്നുള്ള ആഗ്രഹം ശരിയാ, പക്ഷേ ഭക്തരാകണമെങ്കിൽ അത് വ്യക്തമായി പഠിപ്പിക്കണം, പഠിച്ചെടുക്കണം, ശരിയാ. പക്ഷേ അതിനുവേണ്ടി വില കൊടുക്കണം. എന്ത് വിലയാ? കുറച്ചൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരും, അതിനുവേണ്ടി നേരമെടുക്കേണ്ടി വരും. എളുപ്പത്തിൽ ആർജിക്കുന്ന ഒന്നല്ല ദൈവഭക്തി. നമ്മുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തന്മാരുടെ ജീവിതചര്യകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അവരൊക്കെ ഇന്ന് ഭക്തന്മാരായത് എങ്ങനെയാണ്? അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാ. നഗ്നരായി പരിശീലിക്കുന്ന ആ ഒരു കാഴ്ച നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്തത് കൂരിക്കളഞ്ഞേ എന്ന് ചോദിക്കാം. ദൈവഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന ലോകത്തിൻ്റെ ഒന്നും തങ്ങളുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങുവാൻ അനുവദിക്കാത്തവർ. ഇത് എൻ്റെ ഭക്തിക്ക് വിനയുണ്ടാക്കും, ഇതെൻ്റെ ഭക്തിയെ തടസ്സപ്പെടുത്തും എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, ലോകത്തിലെ എത്ര മനോഹരമായ വസ്തുവായാൽ, ഈ ലോകം തരുന്ന എന്ത് സുഖമായാലും അവ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ഭക്തനാകുന്നത്. അപ്പോൾ രണ്ടാമത്, യു ഹാവ് ടു ടേക്ക് എ സീരിയസ് എഫേർട്ട് ഇൻ ദ മാറ്റർ ഓഫ് ഗോഡ്ലിനെസ്. മൂന്നാമതായിട്ട് തിമോത്തിയോസിൻ്റെ തന്നെ 2-ാം അധ്യായം 11 മുതൽ
13 വരെയുള്ള വാക്യങ്ങൾ. ക്ഷമിക്കണം, തീത്തോസിൻ്റെ പുസ്തകം, തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. മതി, അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു? ഏതാ ശിക്ഷിച്ചു വളർത്തുന്നേ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവകൃപ എന്തു ചെയ്യും? ഇവിടെ വായിച്ച വാക്യത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ദൈവഭക്തിയെ ആർജിക്കുവാനുള്ള അടുത്ത വഴി എന്താ? കൃപയിൽ ആശ്രയിക്കുക. കൃപയിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഒന്നും സാധ്യമല്ല. എന്നാൽ ദൈവകൃപ നമുക്ക് ലഭിച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മെ ഭക്തരാക്കുക എന്നുള്ളതാണ്. ദൈവഭക്തിയിൽ നമുക്ക് പ്രത്യേക ദൈവഭക്തി അനുഭവിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ നാം ചാരേണ്ടത് ദൈവത്തിലും ദൈവകൃപയിലുമാണ്. ഈ കൃപ എന്തു ചെയ്യുന്നു? അത് നമ്മുടെ ഉപാധ്യാരാണ്, എന്ന് പറഞ്ഞാൽ അധ്യാപകനാകുന്നു. എങ്ങനെയാണ് ഈ കൃപ അധ്യാപകനായി പ്രവർത്തിക്കുന്നത്? വെറും വായു വാർത്ത കൊണ്ടല്ല. എങ്ങനെയാണ് വായിച്ചത്? ശിക്ഷിച്ച് വളർത്തും. ദൈവകൃപ ശിക്ഷിക്കുന്ന കൃപയായിട്ട് ഞാൻ ഇവിടെ കാണുകയാണ്. നമുക്കെല്ലാം കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്ക് വളരെ ഇഷ്ടമാണ്, അല്ലേ? എന്താണ് ദൈവകൃപ? ദൈവകൃപയുടെ വിശകലനം അല്ലെങ്കിൽ അതിൻ്റെ എന്താ അതിൻ്റെ ഡെഫിനിഷൻ? എപ്പോഴും എല്ലാവരും പറയുന്ന വാക്കാ. അത് നമുക്കറിയാം. ഇറ്റ്സ് എ ഫേവർ. ദൈവകൃപ എന്നുള്ളത് ദൈവത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഫേവറാണ്, അതായത് ആ ദാക്ഷിണ്യം. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവകൃപ വെറും ദയവ് മാത്രമല്ല. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോഡ്സ് ഗ്രേസ് ഈസ് നോട്ട് മിയർ ഫേവർ ബട്ട് ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ദൈവകൃപ അത് ദാനമായി ലഭിച്ച ഒരു ദയവും ദാക്ഷിണ്യമാണ് ഒരു പാപിയോടുള്ള ബന്ധത്തിൽ. എന്നാൽ നീതീകരിക്കപ്പെട്ട ശേഷം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവകൃപ ദയവായി മാത്രം നിലനിൽക്കുന്നില്ല. ഇറ്റ് ചേഞ്ചസ്, ഇറ്റ് ഷിഫ്റ്റ്സ്, ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. അപ്പം എന്താ അർത്ഥം? ദൈവകൃപയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളെ ഭക്തരാക്കുവാനുള്ള ശക്തി ദൈവകൃപയ്ക്കുണ്ട്. ആ കൃപയാണ് ഇന്ന് നമ്മിൽ വ്യാപരിക്കേണ്ടത്. നമ്മെ ശിക്ഷിച്ച് വളർത്തുവാൻ അനുവദിക്കുക. എവിടെയൊക്കെ ശിക്ഷിക്കണമോ എന്നെ ശിക്ഷിക്കണമേ, എന്നെ ശരിയായി പറഞ്ഞ് മനസ്സിലാക്കി നേർവഴി നടത്തണമേ എന്ന് ദൈവകൃപയിൽ ആശ്രയിക്കുക. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. ആ ശക്തി നാം ആർജിക്കുമ്പോൾ ദൈവഭക്തരാകുവാൻ, ഇവിടെ വായിച്ചത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. വചനത്തിലും ദൈവകൃപയിലുള്ള ആശ്രയം നമുക്ക് അത്യാവശ്യമാണ്. നാലാമതായിട്ട് 2 തിമോത്തിയോസ് 3:12 വായിക്കണം. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കും എല്ലാം ഉപദ്രവമുണ്ടാകും. മതി. ഇവിടെ വായിച്ചത് എങ്കിലും ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ, എന്താ വായിച്ച വാക്യം? മനസ്സുള്ളവർ. ഈ ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സുണ്ടാകണം. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കണമെന്ന് എനിക്കൊരു മനസ്സ് വേണം, അതിനൊരു വാഞ്ച വേണം, അതിനൊരു ഇച്ഛാശക്തി വേണം. വല്ലവിധേനയും ഈ കാലം കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയല്ല. അതിന് പകരമായിട്ട് ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ ഭക്തിയോടെ ജീവിക്കണമെന്നുള്ള ഒരു അടങ്ങാത്ത ദാഹം, ആഗ്രഹം ദൈവമക്കളിൽ എന്നും ഉണ്ടായിരിക്കണം. പലപ്പോഴും നാം ഭക്തരാകാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉള്ളതുപോലെയൊക്കെ ഇരിക്കുന്നതിന് കാരണം എന്താ? ആ ഒരു ഭക്തി ജീവിതത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ഭയമാണ്.
അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഭയ, അടുത്ത് ചെല്ലാൻ പേടിയാ. എന്താ കാരണം? ഭക്തിയായി ജീവിക്കുമ്പോൾ പലതും സംഭവിക്കും. എന്തൊക്കെ സംഭവിക്കും? ഇവിടെ വായിച്ചത് ഉപദ്രവം ഉണ്ടാകില്ലേ? അപ്പോൾ അതിനെ ഭയപ്പെട്ടിട്ട് ഭക്തിയോടെ ജീവിക്കാനുള്ള മനസ്സുപോലും ആഗ്രഹം പോലും നമുക്കില്ല. ഇങ്ങ് ജീവിച്ച ഇപ്പം എങ്ങനെയാണ് അതുപോലെ അങ്ങ് തുടർന്ന് ജീവിക്കുക, അതാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ്, അത് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പക്ഷേ നിങ്ങളെ കൂടാതെ ദൈവം ഒന്നും ചെയ്യുകയുമില്ല. യു കനോട്ട് ഡു വിത്തൗട്ട് ഗോഡ്, ബട്ട് ഗോഡ് വിൽ നോട്ട് ഡു വിത്തൗട്ട് യു. ഇത് ആശയം മനസ്സിലായോ? ഒരുവൻ ഭക്തനാകണമെങ്കിൽ ആ ഭക്തനാകുവാനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടാകണം. നിങ്ങളിലുണ്ടാകാതെ ദൈവം നിങ്ങളിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല. അത് നിങ്ങളുടെ വോളണ്ടിയറായിട്ട് വരണം, വൊളീഷണലായിട്ട് വരണം. നിങ്ങൾക്കൊരു തീരുമാനം വേണം, ഞാൻ ഭക്തനാകണം എന്നുള്ള തീരുമാനം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. ഇഫ് യു ഈൽഡ് യുവർ സെൽഫ്, ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ ഭക്തരായി മാറ്റുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു ഭക്തൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്: God will never make you a saint against your own will. നിങ്ങളുടെ ഹിതത്തിനെതിരായിട്ട് ദൈവം ഒരിക്കലും നിങ്ങളെ ഭക്തരാക്കുകയില്ല. നിങ്ങൾക്ക് ഭക്തരാകാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും ദൈവത്തോട് പറയുക, ദൈവം അത് നിറവേറ്റിത്തരും. ഞാനിത് ഇങ്ങനെ ഇപ്പോൾ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു ഉദാഹരണം, അല്ലെങ്കിൽ നടന്ന സംഭവമാണ്, അത് ഓർമ്മയിൽ വന്നു. ഒരു ദൈവദർശനം പണ്ട് പറഞ്ഞു കേട്ടതാ. കോയമ്പത്തൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകുന്ന ഒരു ബസ്, ഒരു 100-150 കിലോമീറ്റർ യാത്രയുള്ള ബസ്സാണ്. അത് കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് മേട്ടുപ്പാളയം, അത് കഴിഞ്ഞാൽ കൂണൂർ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയാലാണ് ഈ ഗൂഡല്ലൂർ. അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ അതിൽ യാത്ര ചെയ്യുകയാണ്. കോയമ്പത്തൂരിൽ യാത്ര പുറപ്പെട്ടു. അതും മലമ്പ്രദേശമാണ്, നമുക്കറിയാം ഊട്ടി വഴിയാണത് പോകുന്നത്. ആ വഴി പോകുമ്പോൾ ഈ ബസ് ചില ആളുകൾ കൈ കാണിക്കുമ്പോൾ നിർത്തത്തില്ല, പക്ഷെ വേറെ ചിലർ കൈ കാണിക്കുമ്പോൾ ഈ ബസ് നിൽക്കും. ഇതിങ്ങനെ തുടർന്ന് അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ അദ്ദേഹത്തിന് സംശയം, ഈ ഡ്രൈവർ ഒരു ശരിയില്ല. ചിലർക്കൊക്കെ നിർത്തുന്നു. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കാണുമ്പോൾ നിർത്തുന്ന ബസ്സുണ്ട്, അത് വേറെ വിഷയം. അതല്ല പ്രശ്നം. ഇതിങ്ങനെ യാത്ര പോവുക, വലിയ യാത്ര, ദൂരദേശത്തേക്കുള്ള യാത്രയാണ്. പക്ഷേ ഇടയ്ക്ക് കുറേ പേര് കൈ കാണിച്ചാൽ നിർത്തും, മറ്റൊരു കാണിച്ചാൽ നിർത്തും. അപ്പോൾ ബസ് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം പോയി ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ ഒരു നിഷ്പക്ഷപാതിയല്ലല്ലോ, നിങ്ങൾ പക്ഷപാതത്തോടെയാണല്ലോ ചെയ്തത്. ചിലർ കാണിക്കുമ്പോൾ നിർത്തി, ചിലർ കാണിക്കുമ്പോൾ നിർത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, അതിന് കാരണം പറയാം. ചിലരൊക്കെ ബസ് വരുമ്പോൾ അവർ കൈ കാണിക്കും. എങ്ങനെയാണ് കൈ കാണിക്കുന്നത് അറിയാമോ? ഇതാണ് ബസ് വരുന്നു. എങ്ങനെ കാണിക്കുന്നത്? ബസ്സിലോട്ട് നോക്കത്തില്ല, ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കും. ബസ് ഡ്രൈവറോടോ അല്ലെങ്കിൽ ബസ്സിൻ്റെ നേരെ തിരിഞ്ഞല്ല ഇങ്ങനെ കാണിക്കും. അദ്ദേഹം പറഞ്ഞു, ഇവന്മാർ കൈ കാണിക്കുന്നത് അടുത്ത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കുന്നൂരിൽ ഇറങ്ങാനാണ്. ഇവർക്കിതില്ലെങ്കിലും അവരടുത്ത ബസ്സിൽ ചാടിക്കയറി അവർ ടൗൺ ബസ്സിൽ പോകും. അപ്പോൾ അവരെങ്ങനെയാണ് കൈ കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കുള്ളൂ. പക്ഷെ വേറെ ചിലർക്ക് വേണ്ടി ബസ് നിർത്തി. എന്താ? അവർ കൈ കാണിക്കുന്നത് അങ്ങനെയല്ല. അവർ കൈ കാണിക്കുമ്പോൾ 2 കൈയും നിലത്തോട് മുട്ടി ആ ഡ്രൈവറുടെ മുഖത്തേക്ക് കനിവിന് വേണ്ടി ചോദിച്ചുകൊണ്ട് അങ്ങ് കുനിഞ്ഞു നിന്ന് ചോദിക്കുക. ആ ബസ് അവിടെ നിർത്തും. എന്താ കാരണം? ഡ്രൈവർക്കറിയാം ഇതാർക്ക് വേണ്ടി നിർത്തേണ്ടുന്ന ബസ്സാണ്. ഇങ്ങനെ ചുമ്മാ കളിതമാശയ്ക്ക് വേണ്ടി അടുത്തുള്ള പരിസരത്ത് ഇറങ്ങാൻ വേണ്ടി ഈ ദീർഘദൂര യാത്രാ ബസ്സിനെ നിർത്തുവാൻ ശ്രമിക്കുന്നത് 2 കൂട്ടരാ. ഒന്ന്, നിർത്തങ്ങി നിർത്ത്, അങ്ങേക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അങ്ങ് പോകോ. മറ്റു ചിലരുണ്ട്, സാറേ നിർത്തിയേ മതിയാകും, നിർത്താതെ പോകരുത്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൂടുതലെത്തണം, അതുകൊണ്ട് ദയവ് ചെയ്ത് നിർത്തണമേ. അത് ആ മുഖത്തിൽ കാണാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുഖവും ഹൃദയവും ദൈവം അറിയുന്നു. നിങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്
ഭക്തിയുടെ കേന്ദ്രം, അല്ലെങ്കിൽ ആ ഗൂഡല്ലൂരിൽ എത്തണം, അതുവരെ എനിക്ക് പോകേണ്ടതാ. ഇടയ്ക്ക് ഇറങ്ങാനല്ല ഞാൻ ബസ് ഉപയോഗിക്കുന്നത്. എനിക്ക് അങ്ങ് എത്തണം, എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, ഭക്തനായി മാറണം എന്നുള്ളൊരാഗ്രഹം ദൈവമുമ്പാകെ നിങ്ങൾ പറയുമെങ്കിൽ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, നീതിമാന്മാർ ഇല്ലാതെയാകുന്നു, ശരിയാണ് കർത്താവേ, എന്നാൽ ഒരു പകരക്കാരനായി ആ ഭക്തൻ്റെ സ്ഥാനത്ത് എന്നെയും കൂടെ എഴുന്നേൽപ്പിക്കണമേ. ഈ നാട്ടിലെ, ഈ സഭയിലെ, ഈ സമൂഹത്തിലെ ഒരു ഭക്തനായി ഞാൻ ജീവിപ്പാൻ, ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ജീവിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് ആ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉയരുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നമ്മോട് കനിവ് കാണിക്കും. നമ്മിൽ അനേകരെ ദൈവം ഭക്തന്മാരാക്കും. നമ്മുടെ സഭകൾ ഭക്തിയോട് പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് കാണുവാനുള്ള ഭാഗ്യം നമുക്ക് തന്നെ ഈ തലമുറയിൽ തന്നെ ലഭിക്കും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നാം വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടവരുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നാം 4 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ആ 4 കാര്യത്തിൽ ഒന്നുകൂടെ ഞാൻ അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ഭക്തി അത് പരമ്പരാഗതമല്ല, അത് വാസ്തവത്തിൽ പഠിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട്, ഇത് അങ്ങ് വന്നു ചേരും. വിശ്വാസിയാണ്, അപ്പം മുറിച്ച് ആരാധിക്കുന്നുണ്ട്, യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, പ്രസംഗം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഭക്തനാകാൻ പറ്റുകയില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ കഠിനമായൊരു പരിശീലനം ഭക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തേ മതിയാകും. അതെന്താണ് പരിശീലനം? നമുക്ക് നന്നായിട്ടറിയാം. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, കർത്താവിൻ്റെ വചനവുമായി നേരം ചെലവിടുക. സാധാരണ പുരുഷന്മാരാണ് ബൈബിൾ വായിക്കാറുള്ളത്, സ്ത്രീകൾ വായിക്കുന്നില്ല എന്ന് പറയുന്നില്ല. എന്തിനു വേണ്ടിയാണ് പുരുഷന്മാർ ബൈബിൾ വായിക്കുന്നത്? ഞായറാഴ്ച രാവിലെ ബൈബിൾ വായിക്കുന്നത് പുരുഷന്മാർ എന്തിനാ? എന്തെങ്കിലും ധ്യാനചിന്ത പറയണ്ടേ? അല്ലെങ്കിൽ അന്ന് പ്രസംഗം എൻ്റെ തലക്കെട്ടില, എൻ്റെ തലയിലാണ് ചീട്ട് വീണിരിക്കുന്നത്. അതുകൊണ്ട് പല പുരുഷന്മാരും ബൈബിൾ വായിക്കുന്നത് പ്രസംഗിക്കാനാ, അല്ലാതെ ജീവിതത്തിൽ പകർത്താനൊന്നും ബൈബിൾ വായിക്കുന്നില്ല. ചിലപ്പോൾ ഞാനും ചിന്തിച്ചു, ഞാനെന്തിനാ ഈ ബൈബിൾ വായിക്കുന്നത്? ഇതൊക്കെ നേരെ ചൊവ്വേ ജീവിതത്തിൽ പകർത്താനാണോ? പഠിപ്പിക്കാനാ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് ഞായറാഴ്ച രാവിലെ ബൈബിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കാൻ ശരിയാ, അങ്ങനെയുള്ളൊരു ബൈബിൾ പഠിക്കും, അതില്ലാന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, വളരെയധികം പരിശീലനം ആവശ്യമാണ്. ദൈവവചനത്തെ ശരിയായി പഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രസംഗം കേൾക്കുന്നത് ഒരു രസമാണ്, എനിക്കും അത്ര ഇഷ്ടമാണ്. ചാണ്ടപ്പിള്ളയുടെയും അതുപോലെയുള്ള ദൈവദാസൻ പ്രസംഗം കേൾക്കാൻ കൊതിയായിരിക്കും. ഞാൻ യൂട്യൂബിലൊക്കെ കയറി അവർ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അത് ശരിയാണ്, പക്ഷേ ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ശരിയായ മനോഭാവം മാറണം. അത് പഠിപ്പിക്കുവാൻ വേണ്ടിയല്ല, പഠിച്ചെടുത്ത് പ്രായോഗികമാക്കുവാനാണ്. എസ്രായുടെ ഒരു മനോഭാവമെങ്കിലും നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഭക്തിയെ പഠിക്കുവാൻ കാലത്ത് തന്നെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. പല ഭവനങ്ങളിലും ഇന്ന് നിന്നു പോയിരിക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. പക്ഷേ പഴയ പാരമ്പര്യമുള്ള കുടുംബങ്ങളൊക്കെ ഇന്നും അത് നിലനിന്ന് പോരും. ഞാൻ പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ ഞാനത് ഒരു പ്രായോഗികമാക്കിയിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലേക്ക് വിടും, അത് ശരിയാണ്. പക്ഷേ ദിവസത്തിൻ്റെ ആരംഭത്തിൽ കാലത്ത് ഞങ്ങൾക്കൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്. ആ കുടുംബ പ്രാർത്ഥന എന്താ? ഒരു പാട്ട് മുക്കിയും മൂളിയും പാടും, അല്ലേ? അങ്ങനെയല്ലേ? രാവിലത്തെ പാട്ടൊക്കെ കേട്ടാലേ, അതിരാവിലെ തിരുസന്നിധിയിൽ അണയുന്നോരീ സമയേ എന്ന് പറഞ്ഞ് പാട്ട് തുടങ്ങിയാൽ പാതി പേര് ഉറക്കം തൂങ്ങും, മക്കളിരുന്ന് ഉറങ്ങും. പിന്നെ അടുത്ത പാട്ട് കുറച്ച് ചൈതന്യമുള്ള പാട്ടൊക്കെ പാടി ദൈവത്തിൽ കടന്നു വന്ന് ഈ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊരു ചടങ്ങാണ്. അയ്യോ, നാട്ടുകാരെന്ന് പറയും, ഇന്നലെ വരെ പാട്ട് കേട്ടല്ലോ, ഇന്ന് പാട്ട് കേട്ടില്ലല്ലോ എന്ന് അവരെന്ത് ചിന്തിക്കും, അതുകൊണ്ട് പാടുക. അത് കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ വായന. ചില വീടുകളിൽ ഞാൻ രാത്രി താമസിച്ച പ്രഭാതത്തിൽ അവരുടെ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഗൃഹനായകൻ ആ ബൈബിൾ വായിക്കുന്നത്, അദ്ദേഹം എന്താ വായിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. 31:1 തുടങ്ങി വായിച്ചാൽ എന്താ വായിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശം ഇതാ. പക്ഷെ അദ്ദേഹം വായിച്ചു ആദിയിൽ ആകാശം സൃഷ്ടിച്ചു, ഇതാ പറയുന്നത്. എന്തോ വായിച്ചേ? ഒരു പിടിയില്ല. അപ്പോൾ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വിഷയമില്ല. അപ്പം ഒന്ന് തെളിച്ച് വായിക്കുക എന്ന് അവരൊന്നും പറയത്തില്ല, കാരണം അപ്പനെക്കുറിച്ച് അറിയാം.
അത് കഴിഞ്ഞു. ഇതങ്ങ് കഴിയേണ്ട താമസം ഒരു കൊട്ടി അടയ്ക്കലുണ്ട്. ഇത് വീട്ടു പ്രാർത്ഥനയ്ക്കാണ് പറയുന്നത്. ബൈബിളും കൊട്ടി അടച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് എന്ത് നന്മയുണ്ടായി. ഞാൻ പറഞ്ഞു, കുടുംബ പ്രാർത്ഥന പിതാക്കന്മാർ നമുക്ക് അഭ്യസിപ്പിച്ചത് ഇതിനു വേണ്ടിയല്ല, ചടങ്ങിന് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ഭക്തരാക്കുവാൻ വേണ്ടിയാണ് അതൊക്കെ അന്ന് ഏൽപ്പിച്ചു തന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നത് ഭവനത്തിൽ വെച്ചാണ്. വായിച്ച വേദഭാഗം അവരെ നിർത്തി അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. നിനക്കെന്ത് മനസ്സിലായി എന്ന്. എനിക്ക് 4 പെൺകുട്ടികളാണ് അന്ന് ദൈവം തന്നത്. അവരിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത്ര 4 പേരോടും അവിടെ ഇരുന്ന് പറയുന്ന ചിന്തകളാണ് പിന്നെ ഞാൻ സഭയിൽ പ്രസംഗ വിഷയമാക്കാറുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഞാൻ സഭയിൽ പഠിപ്പിക്കുക. അല്ലാതെ ഞാൻ കുറേ പ്രബുദ്ധനായ പ്രസംഗകനാണ് എന്ന് വരുത്താനല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഭക്തരാക്കുവാനുള്ള ആ അമിതമായ ആഗ്രഹമാണ് എന്നെ വേദവശം പഠിക്കുവാൻ എന്നെ ഒരുക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള കുടുംബ തലവന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളോടൊപ്പമുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ഭക്തിയാണ് കുഞ്ഞുങ്ങളിലേക്ക് പകരേണ്ടത്. നിങ്ങളുടെ ജീവിതമാണ് അവർ പകർത്തുക. അതുകൊണ്ട് രാവിലെ ദൈവം ഇരിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടെ ഇരിക്കണം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, എൻ്റെ പിതാവ് പ്രാർത്ഥനയ്ക്ക് രാവിലെ വിളിക്കുമ്പോൾ കിടന്ന പായ അത് എവിടെയെങ്കിലും മറഞ്ഞു പോകും. പക്ഷേ അതിനുശേഷം പ്രാർത്ഥനയുടെ പായ അതിരാവിലെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കാനിരിക്കേണ്ടുന്നൊരു പായ, സാധാരണ ഒരു പായ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ദാവീദിനെപ്പോലെ മക്കളെ വരിക, രാവിലെ വരിക മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഭക്തിയെ പഠിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ വളരെയധികം അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് ദൈവഭക്തിയാണ് മോനെ. ആ യഹോവയെ ഭയപ്പെടുക, അവൻ്റെ വഴികളിൽ നടക്കുക. നമുക്കറിയാം, ന്യായപ്രമാണത്തിൻ്റെ കാലത്ത് മോശയുടെ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ മക്കൾക്ക് യഹോവ ഭക്തിയെ പഠിപ്പിക്കുക. ഇത് ഒരുപാട് വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്തയോടെ ഞാനിന്ന് അവസാനിപ്പിക്കുക. ഇത് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആവർത്തന പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള യാത്രയിൽ, ജീവിതത്തിൽ ഏതൊക്കെ അവസരത്തിൽ ദൈവവചനം പഠിപ്പിക്കണം എന്ന് എഴുതി വെച്ചു. ഞാനത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പ്രായോഗികമാക്കുവാൻ കഴിയുമോ? എപ്പോഴാണ്? എഴുന്നേൽക്കുമ്പോൾ, പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ, നടക്കുമ്പോൾ, രാത്രി വരുമ്പോൾ. UKG LKG പഠിക്കുന്ന കുഞ്ഞിനെ നമ്മൾ ബസ്സിലെ യാത്ര അയക്കുന്നു. അങ്ങനെ യാത്ര അയച്ച് വരുമ്പോൾ അതിനോട് സംസാരിപ്പാൻ നേരം. ഇന്ന് മക്കളോട് നേരം ചെലവിടുവാൻ അമ്മയപ്പന്മാർക്കും നേരമില്ല. ദൈവകാര്യങ്ങൾ സംഭാഷിക്കുവാൻ അവർക്ക് അതിനുള്ള കഴിവുമില്ല. അവിടെ പറയുന്നത്, ഞാനിങ്ങനെ ഓർത്തുപോയി, അവൾ ആ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അവളുടെ നെറ്റിയിൽ എന്തോ ഉള്ളത് നമ്മൾ വായിക്കുന്നത് എന്തുവാ? ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എന്താണ് ചെയ്യണം? ആ വാക്യം എഴുതിയ ദൈവമല്ല, യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നൊക്കെ പറയുന്ന വാക്യമുണ്ടല്ലോ. 6-ാം അധ്യായത്തിലാണെന്ന് വായിക്കുന്നത്, 6:4. അവിടെ ആ വാക്യശകലം അമ്മ തൻ്റെ നെറ്റിയുടെ മേൽ, നെറ്റിപ്പട്ടം എന്നാണോ പറയുന്നതിന് മലയാളത്തിൽ? അതിങ്ങനെ കിടക്കും. എന്തിനാ അവിടെ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത്? അമ്മയുടെ നെറ്റിയിൽ ഈ ദൈവവചനം എഴുതിയിരിക്കുക. നിന്റെ ദൈവം ഒരുവനല്ലോ എന്ന് എഴുതിയിരിക്കുന്ന വാക്യം അമ്മയുടെ നെറ്റിയിലുണ്ട്. ഇതിൻ്റെ 2 കണ്ണുകൾക്കിടയിൽ. ഞാൻ പറയട്ടെ, അമ്മ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന കുഞ്ഞ് ആദ്യം കാണുന്നത് തൻ്റെ മാതാവിൻ്റെ കണ്ണുകൾക്കിടയിൽ കിടക്കുന്ന ദൈവവാക്യമാണ്, ദൈവവചനം. അതാ കുഞ്ഞ് മുല കുടിക്കുമ്പോൾ തന്നെ കാണുകയാണ്. അതുപോലെ തന്നെ അപ്പൻ്റെ കയ്യിൽ എന്തുണ്ടാകണം? ഇപ്പൊക്കെ നമ്മൾ ഒന്നും ധരിക്കത്തില്ലല്ലോ. ഒരു ബാൻഡുണ്ട്, അത് വായിച്ചു നോക്കിയാറിയാം. അതിലെന്തെഴുതിയിരിക്കുന്നത്? അതിലും ഈ വാക്യം എഴുതിയിട്ടുണ്ട്. അതെന്തിനാ? ഈ കുഞ്ഞ് വളർന്നു, ഇപ്പോൾ അപ്പൻ്റെ കൈ പിടിച്ചാണ് നടക്കുന്നത്. അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ആ അപ്പൻ്റെ വലത് കൈയിലാണ് ഈ വാക്യം ഒരു ബാൻഡായിട്ട് എഴുതി വെച്ചിരിക്കുക. 24 മണിക്കൂറും ദൈവവചനത്തെ അഭ്യസിപ്പിക്കുന്ന
നമ്മുടെ യഹൂദ പാരമ്പര്യം. അവർക്ക് വേറൊന്നും പഠിപ്പിക്കാനില്ല. അവർക്ക് ആകെ മൊത്തം മക്കളെ പഠിപ്പിക്കാനുള്ളത് ന്യായപ്രമാണ പുസ്തകം മാത്രം. പ്രിയമുള്ളവരെ, വിദ്യ മറ്റുള്ളവർ മക്കളെ പഠിപ്പിക്കണം, അതിന് ഞാൻ എതിരല്ല. എന്നാൽ അല്പം കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് ഈ വൈകിയ സമയത്ത് കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള ആ ഭക്തനായ യോശുവയുടെ തീരുമാനമെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പാകെ മാതൃകയായി ജീവിക്കുക. 2, അവരെ ഭക്തി പഠിപ്പിക്കുക. ഭക്തി പഠിപ്പിക്കുവാൻ പരിശീലനങ്ങൾ നേടുക. കഠിനമായൊരാഗ്രഹവും വാഞ്ചയും ഇതിന് വേണം. അങ്ങനെയെങ്കിൽ നാളത്തെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നാം അതിന് കാരണക്കാരായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.